ജർമ്മനിയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ജർമ്മനിയിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഏതെങ്കിലും അതോറിറ്റി വഴി നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്ന് പെട്ട മേഖല എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടുകയായിരുന്നു. ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ മൊത്തം അഡ്വാൻസ് ആദ്യമേ കൊടുത്തു. 3 മാസമായി, 6 മാസമായി, 1 വർഷമായി, 1.5 വർഷമായി. ഇതൊന്നും ആരും പറയാത്ത കാര്യം. എല്ലാവരും പാർഷ്യൽ മൊഡ്യൂൾ വെച്ച് പെട്ടെന്ന് പോകാം, 1 മൊഡ്യൂൾ മതി, 2 മൊഡ്യൂൾ മതി, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള ഈ സ്റ്റോറിയൊന്നും ആരും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഏത് സർട്ടിഫിക്കറ്റാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്? ലാംഗ്വേജ്, ഗോയിത്ത്, ടെൽക്ക്, അങ്ങനെ വേറെ വേറെ ഉണ്ടല്ലോ. അതിലേതാണ് ജർമ്മനിക്ക് പോകാനായിട്ട് മെയിനായിട്ട് വേണ്ടത്? അല്ല എന്നുണ്ടെങ്കിൽ വിസ റിജക്ഷൻസ് ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നല്ല, നിർബന്ധമായിട്ട് വിസ റിജക്ഷൻ വരും. ഇതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? എല്ലാവർക്കും ഈ ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി പോകാൻ പറ്റുമോ? എല്ലാവർക്കും ഹൗസ് ബിൽഡിങ്ങിന് പോകാനായിട്ട് പറ്റില്ല. ആ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുമോ? അതുപോലെ തന്നെ എന്നോട് ചോദിച്ചു, ഭയങ്കര വലിയ എമൗണ്ട്സ് ഒക്കെയാണ് ചോദിച്ചത്. ആ എമൗണ്ട്സ് ഒന്നും എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതായിരുന്നില്ല ആ ഒരു സമയത്ത്. ജർമ്മനി വിസ ഡോക്യുമെൻറ്റേഷൻ ക്ലാരിറ്റി പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ജർമ്മനി സ്വപ്നം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകാം, കൺഫ്യൂഷൻസ് ഉണ്ടാകാം. അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഇന്ന് മിസ്റ്റർ ജോൺസ് മാത്യു നമ്മളോടൊപ്പമുണ്ട്. സ്വാഗതം സാർ. താങ്ക് യു, വളരെ സന്തോഷം. സാർ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മിഷനിലേക്ക് എത്തിച്ചേരുന്നതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു മേഖലയോട്ട് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഒരു പഠനത്തിന് ശേഷം +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി പഠനത്തിന് ശേഷം എനിക്ക് ഗൾഫിലേക്ക് പോകാനൊരു അവസരം ഉണ്ടായി. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോകാനായിട്ട് സാധിച്ചു. ഗൾഫിലോട്ട് പോയിട്ട് അവിടുത്തെ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലായിരുന്നു. സൂപ്പർ മാർക്കറ്റിലെ ബില്ലിംഗ് സെക്ഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 1 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു സൂപ്പർ മാർക്കറ്റ് അവർ വേറെ ആൾക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ നാട്ടിൽ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം വർക്ക് ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോന്നു. നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് നാൾ നാട്ടിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നിന്ന സമയത്ത് വീണ്ടും തിരിച്ച് ഗൾഫിലോട്ട് പോകാനായിട്ട്, സെയിൽസിൽ തന്നെ പോകാനായിട്ടൊരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ ഗൾഫിലോട്ട് പോകാനായിട്ട് ഇടയായി. ഗൾഫിൽ ചെന്നു. അവിടെ സെയിൽസിൽ വർക്ക് ചെയ്തു. വളരെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ആ ഒരു സമയത്താണ് വേണ്ടപ്പെട്ട ഒരു ചേട്ടനും ചേച്ചിയും കൂടെ എന്നെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു, അവരൊരു സുഹൃത്തുണ്ട്, ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ആ സമയത്ത് ഇങ്ങനെ യൂറോപ്പിലോട്ടൊക്കെ പോകാനായിട്ട് നോക്കുന്നൊരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തെ കണക്ട് ചെയ്ത് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് യൂറോപ്പിലോട്ട് പോകാം, ഇദ്ദേഹമായിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു അവരുടെ ഒരു സുഹൃത്തിനെ ഏജൻസിയിൽ കണക്ട് ചെയ്ത് ശരിക്കും ഇവരെ ബ്ലൈൻഡ്ലി വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഏജൻസിയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ കണക്ട് ചെയ്ത സമയത്ത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടുതൽ 2 സുഹൃത്തുക്കളും കൂടി ഉണ്ടായിരുന്നു. അവരെയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ചെന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്ന് പെട്ട മേഖല എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടുകയായിരുന്നു. ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ മൊത്തം അഡ്വാൻസ് ആദ്യമേ കൊടുത്തു. 3 മാസമായി, 6 മാസമായി, 1 വർഷമായി, 1.5 വർഷമായി. അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കൊറോണ കാര്യങ്ങളൊക്കെയായി. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ നാട്ടിൽ തിരിച്ചു വന്ന സമയത്ത് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നാട്ടിൽ ഒന്നുമില്ലാതൊരു സാധാരണ പ്രവാസി നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജോലിയില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് ആ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ട് പല ഏജൻസിനെ അപ്രോച്ച് ചെയ്തു, എങ്ങനെയെങ്കിലും എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട്. പക്ഷേ ആരും എനിക്കതൊരു ആ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുമോ? അതുപോലെ തന്നെ എന്നോട് ചോദിച്ചു, ഭയങ്കര വലിയ എമൗണ്ട്സ് ഒക്കെയാണ് ചോദിച്ചത്. ആ എമൗണ്ട്സ് ഒന്നും എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതായിരുന്നില്ല ആ ഒരു സമയത്ത്. അങ്ങനെ വളരെയധികം വിഷമിച്ച് എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുന്നത്. എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ എമിഗ്രേഷനിലൊരു ജോബ് വേക്കൻസി ഉണ്ട്, നീ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ആ ജോലി എനിക്ക് കിട്ടി. അങ്ങനെ എമിഗ്രേഷൻ മേഖലകളിലോട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്. ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം VFSൽ ഇതിനു മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ ഒരു കരിയർ ഈ മേഖലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2023 ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു, ഡ്രീംഫ്ലൈ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞ്. പാലയിലാണ് ഈ ഓഫീസ് വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു മേഖലയോട്ട് എത്തിപ്പെടുന്നത്. ഞാനിപ്പോൾ ആയിരിക്കുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് പോകുന്നവർക്ക് വേണ്ട വിസ ഡോക്യുമെൻറ്റേഷനിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു മിഷനിലാണ് ആയിരിക്കുന്നത്. ഈ ഒരു മിഷനിൽ ധാരാളം ആളുകൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഈ ഒരു ട്രെൻഡിൽ പലർക്കും ഇതിന് ക്ലാരിറ്റി ഇല്ല. എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ, എനിക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ ലാംഗ്വേജ് ഇല്ലാതെ വരെയാണ് പല കുട്ടികളും ജർമ്മനിയിൽ അപ്രോച്ച് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ധാരാളം വിസ റിജക്ഷൻസ് വരുന്നുണ്ട്. എംബസിയുടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിജക്ഷൻ ഒരു കാരണമാണ്. ഒത്തിരി കാരണങ്ങളുണ്ട്, നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു മേഖലയിലോട്ട് എത്തിപ്പെടുന്നതിന് എൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാലത്. അപ്പോൾ ജർമ്മനിയിലേക്ക് പോകാനുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുകയാണ് സാറിൻ്റെ മെയിനായിട്ടുള്ള മിഷൻ. അതെ. ഇപ്പോൾ ജർമ്മനിയിൽ ഏതൊക്കെ കോഴ്സാണ് മെയിനായിട്ടുള്ളതെന്നൊന്ന് പറയാമോ? ജർമ്മനിയിൽ ശരിക്കും ധാരാളം കോഴ്സുകൾ അവൈലബിൾ ആണ്. യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സാണ്, ഏറ്റവും വലിയ ശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ജർമ്മനി എന്നുള്ളത്. എഡ്യൂക്കേഷൻ പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഫ്രീ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിൽ കൊടുക്കുന്ന ജർമ്മനിയാണ്. സാർ, എന്താണ് ഹൗസ് ബിൽഡിംഗ്? അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാമോ? ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിനാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. പ്രാക്ടിക്കൽ പ്ലസ് തിയറി. അതെ, പ്രാക്ടിക്കൽ പ്ലസ് തിയറിയാണ് വരുന്നത്. കുട്ടികൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും. ഇതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? എല്ലാവർക്കും ഈ ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി പോകാൻ പറ്റുമോ? എല്ലാവർക്കും ഹൗസ് ബിൽഡിങ്ങിന് പോകാനായിട്ട് പറ്റില്ല. ഇതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ജർമ്മൻ ലാംഗ്വേജ് B1 അല്ലെങ്കിൽ B2 ലെവൽ, അഡ്വാൻസ്ഡ് ലെവലാണ്. ഈ ലെവൽ പാസ്സായിരിക്കണം. ഫുൾ മൊഡ്യൂൾ വേണമെന്നുണ്ടോ? പാർഷ്യൽ മൊഡ്യൂൾ വെച്ചിട്ട് പോകാൻ സാധിക്കുമോ? പാർഷ്യൽ മൊഡ്യൂൾ വെച്ചിട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന് ഇപ്പോൾ പുതിയ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ഫുൾ മൊഡ്യൂളാണ് എംബസി പ്രിഫർ ചെയ്യുന്നത്. B1 അല്ലെങ്കിൽ B2 മൊഡ്യൂൾസാണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പാർഷ്യൽ മൊഡ്യൂൾ വെച്ചിട്ട് അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ എംപ്ലോയർ സൈഡിൽ നിന്നുള്ള അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഹൗസ് ബിൽഡിങ്ങിൽ ഏതൊക്കെ ട്രേഡ്സ് ആണുള്ളത്? പല പല ട്രേഡ്സ് കാണുമല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഹൗസ് ബിൽഡിങ്ങിൽ ശരിക്കും 500-ലധികം ട്രേഡ്സ് അവൈലബിൾ ആണ്. പക്ഷേ കൂടുതലും കുട്ടികൾ നഴ്സിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കൂടുതലും കാണുന്നത് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്നത് നേഴ്സിംഗ് മാത്രമാണ്. ശരിക്കും നേഴ്സിംഗ് മാത്രമല്ല, ധാരാളം ട്രേഡ്സ് അവൈലബിൾ ആണ്. നേഴ്സിംഗ് ഉണ്ട്, IT ഉണ്ട്, മെക്കട്രോണിക്സ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 500-ലധികം ട്രേഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഏത് ട്രേഡ്സിലേക്ക് പോയാലാണ് നമുക്ക് കൂടുതലായിട്ട് ഫ്യൂച്ചറിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? പ്രധാനമായിട്ടും 4 ട്രേഡുകളാണ് ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത്. ഫ്യൂച്ചറായിട്ട് നമ്മൾ കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ജോലി സാധ്യതകൾ കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ട്രേഡ്സാണ് മെയിനായിട്ടും വരുന്നത്. ഒന്നാമത്തെ ട്രേഡ് എന്നുള്ളത് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആണ്. ഏതൊരു സമയത്തും ഹെൽത്ത് കെയർ പ്രൊഫഷൻസിൽ നമുക്ക് ജോലിക്ക് ഒരു പ്രശ്നങ്ങളും വരില്ല. രണ്ടാമത്തെ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ ഫീൽഡുകളാണ് വരുന്നത്. മൂന്നാമത്തെ ട്രേഡ് വരുന്നത് IT, സ്കിൽഡ് വർക്കേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണത്. നാലാമത്തത് വരുന്നത് ഹോസ്പിറ്റാലിറ്റി, മെക്കട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ആ ഒരു ഫീൽഡിലോട്ട് വരുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചൊന്ന് പറയാമോ? ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശരിക്കും പറഞ്ഞാൽ പ്രോസസ്സ് സിമ്പിളാണ്. നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയർ സൈഡിൽ നിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും ആദ്യം. ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ പാസ്സാവണം. പാസ്സായി 1-2 നല്ല എംപ്ലോയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1-2 ഇൻ്റർവ്യൂ കാണും. എംപ്ലോയർ സൈഡിൽ നിന്ന് ഇൻ്റർവ്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾക്ക് പ്രാക്ടിക്കലി ചെയ്യുന്ന സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ 2 ഇൻ്റർവ്യൂവും പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോൺട്രാക്റ്റ് ലഭിക്കുകയുള്ളൂ. നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കോൺട്രാക്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം. അതെ, കോൺട്രാക്റ്റ് കിട്ടുന്നത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. നന്നായിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ നന്നായിട്ട് ജർമ്മൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് എംപ്ലോയർ കൂടുതലും കുട്ടികളെ ചൂസ് ചെയ്യുള്ളൂ. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. അതെ, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഏകദേശം ഒരു 100 കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്താൽ അതിലൊരു 25 പേരെയാണ് എംപ്ലോയർ സെലക്ട് ചെയ്യുന്നത്. സെലക്ഷൻ മാത്രമാണ്. അതിൻ്റെ അകത്തുനിന്ന് സോർട്ട് ചെയ്തിട്ടാണ് ഏകദേശം ഒരു 10-15 പേരെയാണ് എംപ്ലോയർ, നല്ല ഫ്ലുവൻസി ഉള്ളവരെ, നല്ലൊരു എംപ്ലോയർ ആണെങ്കിൽ അവർ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഫുൾ മൊഡ്യൂളുള്ള കുട്ടികൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പാർഷ്യലായിട്ട് വരുമ്പോൾ ചിലപ്പോൾ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ച് ടഫായിരിക്കും. ഏറ്റവും നല്ലത് നന്നായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പറയുന്നത് ലാംഗ്വേജ് നന്നായിട്ട് ഫുൾ ഇവിടുന്ന് ക്ലിയർ ചെയ്തിട്ട് പോകുന്നതാണല്ലേ? അതെ, ക്ലിയർ ചെയ്തിട്ട് പോകുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പാർഷ്യൽ മൊഡ്യൂളായിട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയറിനുള്ളിൽ നമ്മളിത് സാധാരണയായിട്ട് ഇതിൻ്റെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയറിനുള്ളിൽ നമ്മളത് ഇപ്പോൾ B2 പാർഷ്യൽ മൊഡ്യൂൾ 1-2 മൊഡ്യൂൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ എൻ്റെ ബാക്കി 2 മൊഡ്യൂൾ ഞാൻ 1 ഇയറിനുള്ളിൽ എഴുതിയെടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എംപ്ലോയർ എക്സ്റ്റൻഷൻ തരണം. എക്സ്റ്റൻഷൻ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് റിട്ടേൺ പോരേണ്ടി വരും. ഇതാരും പല സമയത്തും പറയുന്നില്ല. പല ആളുകളും ഇതിനെക്കുറിച്ച്
അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പാർഷ്യൽ മൊഡ്യൂളായിട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ എംബസിയുടെ സൈഡിൽ നിന്നുള്ള റെഫറൻസും എല്ലാം കൂടെ കൂട്ടിയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ B2 ഫുൾ മൊഡ്യൂളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല. B1 ഫുൾ മൊഡ്യൂളോ B2 ഫുൾ മൊഡ്യൂളായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് സേഫ്. ഇതൊന്നും ആരും പറയാത്ത കാര്യം. എല്ലാവരും പാർഷ്യൽ മുടികൾ വെച്ച് പെട്ടെന്ന് പോകാം, ഒരു മുടികൾ മതി, 2 മുടികൾ മതി, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള ഈ സ്റ്റോറിയൊന്നും ആരും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ മൊഡ്യൂൾ വെച്ചിട്ടല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ നേഴ്സായിട്ട് കയറേണ്ട ആളാണ്. നേഴ്സായിട്ട് കയറുമ്പോൾ അതിന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, റെക്കഗ്നേഷൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ നമുക്ക് മൊഡ്യൂൾസ് മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ നമ്മൾ നാളെ ഒരു ജോലിക്കാണെങ്കിലും ജർമ്മനിയിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് മസ്റ്റാണ്. ലാംഗ്വേജ് ഇല്ലാതെ പറ്റില്ല. എംപ്ലോയറുടെ ഒരു എന്തോ സ്പെഷ്യൽ ലെറ്റർ ഉണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും അവിടെ ചെന്നതിന് ശേഷം ഈ സെയിം ടൈമിനുള്ളിൽ ഇത് എഴുതിയെടുക്കണോ? അതായത് നന്നായിട്ട് സംസാരിക്കുന്നവർക്ക് എംപ്ലോയർ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ടിംഗ് ലെറ്റർ എന്നുള്ള രീതിയിൽ മാത്രമാണ് എംപ്ലോയർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി എംബസിയുടെ സൈഡിൽ നിന്ന് പറയുന്നത് B1 ഫുൾ മൊഡ്യൂൾ അല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ വെക്കണം എന്നാണ് പറയുന്നത്. സോ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ജർമ്മനി ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ലാംഗ്വേജ്. ജർമ്മൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാനും അതുപോലെ തന്നെ ജോബിനൊക്കെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ലാംഗ്വേജ് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ജർമ്മനിയിൽ കൂടുതലും ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. മാത്രമല്ല അവരുടെ ലാംഗ്വേജിന് അവർ അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷൊന്നും അവരൊട്ടും സംസാരിക്കുന്ന പോലുമില്ല. ഏതൊരു കാറ്റഗറിയിൽ ജർമ്മനിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിലും പഠിക്കാനാണെങ്കിലും ജോലിക്കായിട്ടാണെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് നിർബന്ധമാണ്. ഏത് സർട്ടിഫിക്കറ്റാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്? ലാംഗ്വേജ്, ഗോയിത്തെ, ടെൽക്ക്, അങ്ങനെ വേറെ വേറെ ഉണ്ടല്ലോ. അതിൽ ഏതാണ് ജർമ്മനിക്ക് പോകാനായിട്ട് മെയിനായിട്ട് വേണ്ടത്? ശരിക്കും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഏത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ചെയ്യുന്നത് ഗോയിത്തെ സർട്ടിഫിക്കറ്റാണ്. ഗോയിത്തെ, OSD, ടെൽക്ക്, ECL ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഫുൾ മൊഡ്യൂളായിട്ട് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഗോയിത്തെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, എംബസി കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പല സ്റ്റേറ്റിലും എംപ്ലോയേഴ്സും പ്രിഫർ ചെയ്യുന്നത് ഗോയിത്തെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് ചില സ്റ്റേറ്റിൽ ഇത് ട്രാൻസ്ലേഷൻ അറ്റസ്റ്റേഷനൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പല എംപ്ലോയീസും മറ്റുള്ള ലാംഗ്വേജസ് മീൻസ് ഇതിൻ്റെ ഗോയിത്തെ അല്ലാതെ എടുക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ ഏറ്റവും നല്ലത് ഗോയിത്തെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ബാക്കി ലാംഗ്വേജ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ഗോയിത്തെ എടുത്താൽ നല്ലത്, അല്ല എന്നുണ്ടെങ്കിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിന് വേണ്ടത്? അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. ശരിക്കും നമുക്ക് ഡോക്യുമെൻറ്റേഷൻ്റെ പ്രോസസ്സിലോട്ട് വരുമ്പോൾ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് വേണം. ഈ ഒരു കോൺട്രാക്റ്റിൽ എംപ്ലോയറും എംപ്ലോയിയും സൈൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സീൽ, സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ വേണം. കൃത്യമായിട്ട് എംബസി പറയുന്ന ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കിട്ടുന്ന സ്റ്റൈഫൻഡ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ അക്കോമഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ എംപ്ലോയർ ഓൾമോസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷനുള്ള കോൺട്രാക്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായ കാര്യം, അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടീനെ വെച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല അങ്ങനെ ഒരു കോൺട്രാക്റ്റ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ പോലും അത് വാലിഡ് അല്ല, കോൺട്രാക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ ചെന്ന് താമസിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. സോ കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മളുടെ വിസ ഡോക്യുമെൻറ്റേഷനാണ് വരുന്നത്. കൃത്യമായിട്ട് വിസ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് വിസ കിട്ടുന്നതാണ്. ഈ ഡോക്യുമെൻറ്റേഷൻ മിസ്റ്റേക്ക് കൊണ്ട് വിസ റിജക്ഷൻ ആകുമോ, അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായും നമ്മൾ കൃത്യമായിട്ട് എംബസി പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഹൗസ് ബിൽഡിങ്ങിനാണ് മോട്ടിവേഷൻ ലെറ്റർ എഴുതുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ഈ ഒരു എംപ്ലോയറെ ഫൗണ്ട് ചെയ്തത്, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ വിസ റിജക്ഷനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈവൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിസ ഡോക്യുമെൻറ്റേഷനായി ബന്ധപ്പെട്ട് 70% വിസ റിജക്ഷൻസ് വരുന്നത് വിസ ഡോക്യുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇനി വിസ റിജക്ഷൻസിനെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ഈ ഇടയായിട്ട് ഒരുപാട് കുട്ടികൾക്ക് വിസ റിജക്റ്റ് ആകുന്നു, അങ്ങനെ ഒരുപാട് കേസുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റീസൺസ്? അതെങ്ങനെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഒരു 90% വിസ റിജക്ഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. വിസ റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളെന്തെങ്കിലും പോലീസ് കേസോ അല്ലെങ്കിൽ ഫേക്ക് ഡോക്യുമെൻറ്റോ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് മെയിനായിട്ടും വിസ റിജക്ഷൻ ആവുക എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ ലഭിക്കുന്നത് വിസ റെഫ്യൂസൽ ലെറ്ററാണ്. റിജക്ഷനും റെഫ്യൂസൽ ലെറ്ററും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റെഫ്യൂസൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന കാര്യം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ തരാം, അതാണ് അതിൻ്റെ അത് മെയിൻ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു റെഫ്യൂസൽ ലെറ്റർ ഇപ്പോൾ സാധാരണയായിട്ട് കിട്ടുന്നതൊക്കെ റെഫ്യൂസൽ ലെറ്റേഴ്സാണ് വരുന്നത്. ആ റെഫ്യൂസൽ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എംബസിയുടെ വെബ്സൈറ്റിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. റെഫ്യൂസൽ ലെറ്ററിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ലാംഗ്വേജ് മോഡ്യൂൾ കുറവാണ്, അപ്പോൾ ഈ മോഡ്യൂൾ കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടും. നമുക്ക് വിസ തരത്തില്ലാന്നോ അല്ലെങ്കിൽ ജർമ്മനിക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളതല്ല അതിൽ പറയുന്നത്. പക്ഷേ പലരുടെയും തെറ്റായൊരു ധാരണയാണ് ഈ ഒരു റെഫ്യൂസൽ ലെറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പിന്നെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് എത്ര തവണ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. റീ അപ്ലൈ ചെയ്യുന്നതിൽ പ്രശ്നങ്ങളില്ല, തെറ്റുമില്ല. അപ്പോൾ നമ്മളുടെ റെഫ്യൂസൽ ലെറ്ററിലുള്ള കാര്യം നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ വിസ റിഫ്യൂസൽ ലെറ്ററിന് മുമ്പ് വേറെ എന്തെങ്കിലും ഇമെയിൽസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമ്മളോട് എന്തെങ്കിലും അവർ ചോദിക്കുമോ? നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം എന്തെങ്കിലും നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്, എംബസി കൂടുതൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ എംബസിയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇമെയിൽ അയക്കും. നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ എംപ്ലോയർ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയാം. ആ ഡോക്യുമെൻറ്റ്സ് എന്താണോ എംബസി ഇമെയിലിൽ പറയുന്നത് അത് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അത് ഡോക്യുമെൻറ്റേഷൻ്റെ ടൈമിൽ നമ്മൾ എന്തെങ്കിലും വെക്കാൻ മറന്നുപോയ ഡോക്യുമെൻറ്റ്സ് അങ്ങനെയൊക്കെ ചിലപ്പോൾ കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ നടത്തിയില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഡിപ്പെൻസ് ആണത്. എംബസിയുടെ സൈഡിൽ നിന്ന് ചിലപ്പോൾ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ വിസ റിജക്റ്റ് ചെയ്യാം. ഓക്കെ. അത് എംബസിയുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ. കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ മസ്റ്റാണ് ഇതിൽ. അല്ലാതെ കോൺട്രാക്ട് ഉണ്ടെന്ന് വെച്ച് നമുക്ക് വിസ കിട്ടണമെന്നില്ല എന്നല്ലേ സാറ് പറഞ്ഞത്? അതെ, കോൺട്രാക്ട് ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് വിസ കിട്ടണമെന്നില്ല. എനിക്കിപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ട്, പക്ഷേ ഈ ഡോക്യുമെൻറ്റ്സിന് ഒരു അറേഞ്ച്മെൻറ്റ് ഓർഡർ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ചെയ്യേണ്ട ഒരു 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ ഉണ്ട്. ആ സെയിം ഓർഡറിൽ തന്നെ സെയിം അറേഞ്ച്മെൻറ്റിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. സാർ, ഈ ലാംഗ്വേജ് വാലിഡിറ്റി ഇപ്പോൾ 1 ഇയറിനുള്ളിൽ വാലിഡിറ്റി ഇല്ലെങ്കിൽ വിസ റിജക്റ്റ് ആവും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ഉള്ളതാണോ? ഈ ലാംഗ്വേജ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ലാംഗ്വേജിന് ജർമ്മനിയിൽ ശരിക്കും വാലിഡിറ്റി ഇല്ല, അൺലിമിറ്റഡ് വാലിഡിറ്റി ആണ് ആക്ച്വലി. പക്ഷേ എംബസിയുടെ വെബ്സൈറ്റിൽ അത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇമെയിൽസിൽ ഇപ്പോൾ വരുന്നുണ്ട് 1 ഇയറിനുള്ളിൽ താഴെ ആയിരിക്കണം എന്നുള്ളത്. നമ്മളിപ്പോൾ ഏത് കാറ്റഗറി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ലാംഗ്വേജിൻ്റെ വാലിഡിറ്റി 4 മൊഡ്യൂളും 1 ഇയറിനുള്ളിൽ താഴെ ആയിരിക്കണം. 1 ഇയറിനുള്ളിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എംപ്ലോയർ സൈഡിൽ നിന്ന് ജോബിന് പോകുന്നവരോ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലെറ്റർ വെച്ചാൽ മതിയാവും. ലെറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. എംപ്ലോയർ സൈഡിൽ നിന്നുള്ള ലെറ്റർ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. പക്ഷേ ഇതൊരു പ്രത്യേകം പറയുന്നുണ്ട്, മെഡിക്കൽ പ്രൊഫഷൻ നേഴ്സസ്മാർ, അതുപോലെ തന്നെ നേഴ്സ്, അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊരു ഓപ്ഷൻ അല്ല എന്നും കൂടി പറയുന്നുണ്ട്. അവർക്ക് വാലിഡിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എംബസിയിൽ നിന്ന് ഇമെയിൽ കൊടുക്കുന്നുണ്ട്. ഇമെയിൽ കൊടുത്തിട്ട് പറയുന്നത് ചില സമയത്ത് പറയുന്നത് ഒറിജിനൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് എംബസിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള കേസിൽ അവർ വിസ കൊടുക്കുന്നുണ്ട് എംബസി. അല്ലാത്ത കേസിൽ ഡയറക്റ്റ് റിജക്റ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും, വീണ്ടും എക്സാം എഴുതിയിട്ട് ചെയ്യേണ്ടി വരും. സോ നമ്മളെപ്പോഴും 1 ഇയറിനുള്ളിൽ താഴെയായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാർ, ഇപ്പോൾ CSP പോർട്ടൽ വഴി ഓൺലൈനിൽ നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? CSP പോർട്ടൽ വഴി നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഓൺലൈനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഓഫ്ലൈനിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈനാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഡിജിറ്റലി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓഫ്ലൈനായിട്ട് മാനുവലി കൊണ്ടുവന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ഡിജിറ്റലി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രിലിമിനറി റിവ്യൂ ഉണ്ടാവും. ആ റിവ്യൂവിന് ശേഷമാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓൺലൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ബയോമെട്രിക്സും നമ്മളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും മാത്രം സബ്മിറ്റ് ചെയ്താൽ മതിയും. അല്ലാതെ നമ്മൾ ഓൺലൈൻ അല്ലാതെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് മാനുവലി കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ പ്രിലിമിനറി റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ വീണ്ടും അത് ചെയ്യാൻ പറയുമോ? അങ്ങനെ എന്തെങ്കിലും? ഓൾറെഡി നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അതിൻ്റെ അതൊരു റിവേർട്ട് കിട്ടും. ഇന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റേക്ക് ഉള്ളത് മാത്രം. അതെ, വിസ തരുന്നത് എംബസിയാണ്. അല്ലാതെ എക്സ്ട്രാ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രിലിമിനറി റിവ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഇല്ല, നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ CSP പോർട്ടൽ വഴി നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വരാനുണ്ട്, നമുക്ക് ആദ്യം അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം എന്തെങ്കിലും കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ മാനുവലി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഏതാണോ നമുക്ക് ആദ്യം അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ.
ഈ വിസ സബ്മിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം എത്ര സമയം എടുക്കും നമുക്ക് വിസ കിട്ടാനായിട്ട്? സാധാരണയായിട്ട് നമുക്ക് വിസ കിട്ടാനായിട്ട് 3 to 8 വീക്സ് ആണ് പ്രോസസ്സിങ് ടൈം എംബസി പറയുന്നത്. ഹൗസ് ബിൽഡിങ്ങിൻ്റെ കേസിൽ സാറ്റർഡേ, സൺഡേ, ജർമ്മൻ ഹോളിഡേയ്സ് കൂടാതെ ഉള്ള ടൈമാണ് ഈ പറയുന്നത്. ചില സമയങ്ങളത് നമ്മൾ ഡേയ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 45 to 90 ഡേയ്സ് വരെ പോവാം മാക്സിമം. നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം VFSൽ അപ്ലൈ ചെയ്തതിന് ശേഷം എംബസിയിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എത്തുന്നു. എംബസിയിൽ ഡോക്യുമെൻറ്റ്സ് എത്തിയതിന് ശേഷം അവർ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ എംപ്ലോയർ എടുത്ത് ജർമ്മനിയിൽ എൻക്വയറി പോവും. അതിനുശേഷമാണ് വിസ പ്രോസസ്സായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ടൈം ഡിലേ എടുക്കുന്നത്. ഇത് സ്റ്റേറ്റ്, ജർമ്മനിയിൽ പല സ്റ്റേറ്റുകളുണ്ട്. സ്റ്റേറ്റ് അതുപോലെ തന്നെ അവിടെ എൻക്വയറി പോകുന്നതിനൊക്കെ അനുസരിച്ചിട്ട് കൂടുകയും കുറയുകയും ചെയ്യാം. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് നേരത്തെ വന്നു എന്ന് കരുതിയിട്ട് മാഡം അപ്ലൈ ചെയ്യുമ്പം നേരത്തെ വരണം നിർബന്ധമില്ല. ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ എംപ്ലോയറെ സൈഡിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയർ റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരാം. സോ ആ ഒരു ടൈം ഡിലേ വരെ നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. പല ആളുകളും എന്നോട് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എനിക്ക് എന്തുകൊണ്ട് വളരെ ഡിലേ ആവുന്നു, എൻ്റെ ഫ്രണ്ട് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രീ അപ്രൂവൽ ലെറ്ററും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കും. ഇതെല്ലാവർക്കും കിട്ടുമോ? അത് നിർബന്ധമുണ്ടോ പ്രീ അപ്രൂവൽ ലെറ്റർ? പ്രീ അപ്രൂവൽ ലെറ്റർ എല്ലാവർക്കും കിട്ടുന്ന, അല്ലാതെ എംപ്ലോയറുടെ അനുസരിച്ചിട്ടാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സാധാരണ എംപ്ലോയീസ് രജിസ്റ്റർ ചെയ്തവരാണ്. എംപ്ലോയറുടെ ക്രെഡിബിലിറ്റി അനുസരിച്ചിട്ടാണ് വരുന്നത്. ആക്ച്വലി എംപ്ലോയർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, പ്രീ അപ്രൂവൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 10 days ആണ് പ്രോസസ്സിങ് ടൈം പറയുന്നത്. ഒരു 2 ആഴ്ചക്കുള്ളിലൊക്കെ ഇപ്പോൾ വിസ വരുന്നുണ്ട്. നോർമലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ടൊക്കെയാണ് ഇപ്പോൾ വിസ വരുന്ന ഒരു നോർമൽ ടൈം എന്നുള്ളത്. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങൾ വരാം. എന്നാലും ഈ പ്രീ അപ്രൂവൽ ഉണ്ടെന്ന് കരുതിയിട്ട് വിസ റിജക്ഷൻ വരാതിരിക്കുകയാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പ്രീ അപ്രൂവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻക്വയറി ഫാസ്റ്റായിട്ട് നടക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി മാനുവലി പോകുന്ന പോലെ തന്നെയായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പോൾ 90 days കഴിഞ്ഞിട്ടും നമുക്ക് ഒന്നും അറിയത്തില്ല, വിസയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും എൻക്വയറി ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും നമ്മുടെ വിസ ഡിലേ ആവുന്നത്? തീർച്ചയായും എൻക്വയറി ചെയ്യാനായിട്ട് പറ്റും. സാധാരണയായിട്ട് എംബസി ഒരു ഹോട്ട്ലൈൻ നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ജർമ്മൻ കോൺസുലേറ്റ് വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാമോ? എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാ മൺഡേ ടു തേഴ്സ്ഡേ 2 മണി തൊട്ട് 3:30 വരെയാണ് അതിനുള്ള ടൈം. സ്പെസിഫിക് ആയിട്ട് ടൈമും സ്പെസിഫിക് ആയിട്ടുള്ള നമ്പറും ഉണ്ട്. ജർമ്മനിയിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എംപ്ലോയറൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി റെസ്പോൺസ് കൊടുക്കുന്നതാണ്. ജർമ്മൻ നമ്പർ, എസ്പെഷ്യലി ജർമ്മനിയിൽ നിന്ന് വിളിക്കാനായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഞാനും എംബസിയിൽ വിളിച്ചിട്ടാണ് പല അപ്ഡേറ്റ്സും എടുക്കുന്നത്. എംബസി അപ്ഡേറ്റുകളാണ് നമ്മൾ കൂടുതലും പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ഏജൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അപ്ഡേറ്റുകൾ കിട്ടണമെന്നില്ല. എപ്പോഴും നല്ലത് എംബസിയിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾക്ക് എന്ത് സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ചോദിച്ചാൽ വിസ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, അല്ലാതെ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അവർ ആൻസർ തരാനായിട്ട് വളരെ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ കൃത്യമായ ആൻസർ അവർ തരുന്നുമുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ വിസ ഇതുവരെ എന്താണ് വരാത്തത് അത് ചോദിക്കാൻ പറ്റുമോ? നമുക്ക് വിസയുടെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ റെഫറൻസ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സിങ്ങിലാണ് എന്താണെന്നുള്ളത് ജസ്റ്റ് ട്രാക്ക് ചെയ്ത് അറിയാനായിട്ട് പറ്റും. വിസ സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റും. അല്ലാതെ വിസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പാസ്പോർട്ട് ഡിലേ ആകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻക്വയറി കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് പ്രോസസ്സിങ് ടൈം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻക്വയറി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ എൻക്വയറി ചെയ്യാനായിട്ട് പറ്റില്ല. എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ആൻസർ തരുന്നതാണ് അതിന്. സാർ, ഈ FSJ എന്ന് പറഞ്ഞാൽ എന്താണ്? FSJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി സർവീസാണത്. 6 മാസം തൊട്ട് 1 വർഷം വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഹൗസ് ബിൽഡിങ്ങോ അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുന്നതിനോ മുന്നേ ചെയ്യുന്ന ഒരു പ്രോഗ്രാം, വോളണ്ടറി സർവീസസ് പ്രോഗ്രാമാണ് FSJ എന്നുള്ളത്. ഒരു സോഷ്യൽ വർക്ക്. അപ്പോൾ ഇത് എവിടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ? നമ്മൾ കെയർ ഹോംസിലോ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾട്ടൺഹൈമാണ് കൂടുതലും വരുന്നത്. ഇതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? എല്ലാവർക്കും പോകാൻ പറ്റുമോ അതോ ക്രൈറ്റീരിയ ഉണ്ടോ? ക്രൈറ്റീരിയ ഉണ്ട് ഇതിന്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഏജ് ലിമിറ്റ് ഉണ്ട്. ആക്ച്വലി നമുക്ക് 27 താഴെ ആയിരിക്കണം. 26 ആണ് ഏറ്റവും നല്ലത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് 26 ആയിരിക്കണം ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് ബേസിക് ഉണ്ടെങ്കിൽ നല്ലത്. പിന്നെ നമുക്ക് പോകാനുള്ള സെർവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കണം. ബേസിക് എന്ന് വെക്കുമ്പോൾ A1 അല്ല A2? അത് മതിയോ? A2 ആണ്. A2 മതിയോ? A2 മതി. B1 B2 ഫുൾ മൊഡ്യൂൾ വേണം അങ്ങനെയൊന്നുമില്ല? B1 B2 ഫുൾ മൊഡ്യൂൾ വേണമെന്ന് നിർബന്ധമില്ല. ക്രൈറ്റീരിയയിൽ പറയുന്ന A2 തൊട്ട്
ഏത് ലാംഗ്വേജ് മൊഡ്യൂളുണ്ടെങ്കിലും ലാംഗ്വേജ് ഇല്ലാതെ പോകാൻ പറ്റുമോ FSJക്ക്? തീർച്ചയായും ലാംഗ്വേജ് ഇല്ലാതെ പോകാനായിട്ട് പറ്റും. എംപ്ലോയർ സൈഡിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എംപ്ലോയർ സൈഡിൽ നിന്ന് അവർ ലെറ്റർ തരുവാണ്. ലാംഗ്വേജ് ഇല്ലാതെ നമ്മൾ ലാംഗ്വേജ് അവിടെ ചെന്നിട്ട് അപ്ലൈ ചെയ്യും. മീൻസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് ക്ലാസ് അറ്റൻഡ് ചെയ്യും. നമ്മളെ ഇൻ്റർവ്യൂ ചെയ്ത് സഫീഷ്യൻ്റ് ആണെന്നുള്ള എംപ്ലോയർ സൈഡിൽ നിന്നുള്ള ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടും, പ്രശ്നങ്ങളില്ല. ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി അല്ല. ഓക്കെ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഈ FSJയുടെ? FSJ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ FSJ ചെയ്തതിന് ശേഷമാണ് ഒരു ഹൗസ് ബിൽഡിങ്ങിലോട്ടൊക്കെ മാറുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി കാര്യങ്ങൾ അറിയാമല്ലോ, കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ FSJ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോക്കറ്റ് മണി കിട്ടുന്നുണ്ട്. എല്ലാ മാസവും പോക്കറ്റ് മണി കിട്ടും. ഈ FSJക്ക് ഹൗസ് ബിൽഡിങ്ങിനെ പോലെ സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ടോ? സ്റ്റൈഫൻഡ് അല്ല, പോക്കറ്റ് മണി ആയിട്ടാണ് വരുന്നത് ശരിക്കും. FSJയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് 452 യൂറോയാണ് നമുക്ക് ലഭിക്കേണ്ട സ്റ്റൈഫൻഡ് എന്നുള്ള. അക്കോമഡേഷൻ തരുവാണെന്നുണ്ടെങ്കിൽ ഫുഡും അക്കോമഡേഷനും നമ്മളുടെ ഹോസ്റ്റ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 302 യൂറോ മതിയാവും. ശരിക്കും നമുക്ക് 855 യൂറോയുടെ ടോട്ടൽ ബെനിഫിറ്റ്സ് കിട്ടണം, ഇൻഷുറൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു FSJയുടെ വിസ കിട്ടുള്ളൂ. ഈ FSJക്ക് പോകാനായിട്ട് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണമെന്ന് പറയുന്നത് കേൾക്കാമല്ലോ, അത് ശരിയായ കാര്യമാണോ? FSJക്ക് പോകാനായിട്ട് ആക്ച്വലി ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ഈ ഫൈനാൻഷ്യൽസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി 855 യൂറോയുടെ ടോട്ടൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ടി വരും. ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് എങ്ങനെയാണ്, എത്ര ടൈം എടുക്കും? നമ്മൾ സാധാരണയായിട്ട് FSJ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗസ് ബിൽഡിങ്ങിന് പോലെ തന്നെ സെയിം ഈ പറഞ്ഞ പോലെ എൻക്വയറി FSJക്കും ബാധകമാണ്. എൻക്വയറി പോയിട്ടാണ് നമുക്ക് വിസ പ്രോസസ്സ് ആവുന്നത്. അപ്പോൾ ഈ ഹോസ്റ്റ് ഓർഗനൈസേഷൻ്റെ കോൺട്രാക്റ്റിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൈഫൻഡ് നമ്മളുടെ പോക്കറ്റ് മണി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ എൻക്വയറി പോയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ തന്നെ അക്കോമഡേഷൻ്റെ ഫുഡിൻ്റെയൊക്കെ കാര്യം ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമോ? ഈ കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതായത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺട്രാക്റ്റ് വേണം. പലപ്പോഴും ഈ FSJയുടെ കോൺട്രാക്റ്റിലെ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് പലർക്കും വിസ റിജക്ഷൻസ് വരുന്നത്. ഈ സ്റ്റൈഫൻഡിൻ്റെ അല്ലെങ്കിൽ ഈ പോക്കറ്റ് മണിയുടെ പ്രശ്നം കൊണ്ടാണ് കൂടുതലും ആളുകൾക്ക് വിസ റിജക്ഷൻസ് വരുന്നത്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഹൗസ് ബിൽഡിങ്ങിൻ്റെ പോലെ സെയിം ആണോ? ഹൗസ് ബിൽഡിങ്ങിനെ പോലെ തന്നെ സെയിം ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ് ഇതിലും വരുന്നത്. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈവൻ മോട്ടിവേഷൻ ലെറ്ററൊക്കെ ആയി ബന്ധപ്പെട്ട് കൂടുതലും വിസ റിജക്ഷൻസ് വരുന്നത് FSJക്കാണ്. മോട്ടിവേഷൻ ലെറ്ററുമായിട്ട്? അതെ, മോട്ടിവേഷൻ ലെറ്ററുമായിട്ട്. FSJക്ക് ഇങ്ങനെ എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും എംപ്ലോയറുടെ സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ? FSJക്ക് നമ്മൾ ചെയ്യുമ്പം ലേറ്റ് അറൈവൽ ലെറ്റർ, ഇപ്പോൾ നമ്മുടെ ഓൾറെഡി കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ വിസ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് ഇപ്പോൾ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഹോസ്റ്റ് ഓർഗനൈസേഷൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ലേറ്റായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലേറ്റ് അറൈവൽ ലെറ്റർ, അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ ലെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ വിസ റിജക്ഷൻസുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നല്ല, നിർബന്ധമായിട്ട് വിസ റിജക്ഷൻ വരും. ഓക്കെ, മെയിനായിട്ട് FSJക്ക് റിജക്ഷൻ വരുന്നതിൻ്റെ മെയിൻ റീസൺസ് ഒക്കെ എന്തൊക്കെയാണ്? അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? പ്രധാനമായിട്ടും ഒന്നാമത്തത് കോൺട്രാക്റ്റിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട്, 2 ഫൈനാൻഷ്യൽസ് മീറ്റ് ചെയ്യാത്തതുകൊണ്ട്, കൃത്യമായിട്ട് സ്റ്റൈഫൻഡ് കാര്യങ്ങൾ പോക്കറ്റ് മണി കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാത്തതുകൊണ്ട്. മൂന്നാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ജർമ്മൻ ലാംഗ്വേജ് പാർഷ്യൽ മൊഡ്യൂളായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും 2-3 വർഷങ്ങൾ ബാക്കായിരിക്കും അവരുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും വരുന്നത്. എംപ്ലോയർ സൈഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അവർ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ടാവില്ല. അത് ഒരു കാര്യം. പിന്നെ വരുന്നത് മോട്ടിവേഷൻ ലെറ്റർ. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ റെയറായിട്ട് വരുന്നൊരു കേസാണ് ഏജ് ലിമിറ്റ്. പലർക്കും അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് ഏജ് ലിമിറ്റ്. ഏജ് കൂടുതലായിട്ടുള്ളവർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ് ടു 26. യെസ്. അതിന് മുകളിലേക്ക് FSJക്ക് പറ്റത്തില്ല. യെസ് സാർ, FSJ കഴിഞ്ഞിട്ട് 1 ഇയർ പ്രോഗ്രാം ആണെങ്കിൽ അതിന് ശേഷം എന്ത് ചെയ്യണം? നമുക്ക് തിരിച്ച് വരേണ്ടി വരുമോ? അതോ അവിടെ വേറെ എന്തെങ്കിലും കോഴ്സിലേക്ക് മാറാൻ പറ്റുമോ? വേറെ എന്ത് ചെയ്യാനായിട്ട്? നമുക്ക് FSJ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വിസ തീരുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ 6 മാസത്തേക്ക് നമുക്ക് എക്സ്റ്റൻഷൻ എടുക്കാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ വിസ എക്സ്റ്റൻഷൻ എടുക്കുക. എക്സ്റ്റൻഷൻ എടുത്തിട്ട് നമുക്ക് വേറെ നമുക്ക് ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാം. നമ്മളുടെ ഇഷ്ടമാണത്. നമുക്ക് വേറെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ നോക്കണം. നമ്മൾ ഏകദേശം ഒരു കോഴ്സ് തീരാറാകുമ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് ഹൗസ് ബിൽഡിങ്ങിലോട്ട് നോക്കുന്നതാണ്.
FSJ കഴിഞ്ഞതിന് ശേഷം. FSJ കഴിഞ്ഞതിന് ശേഷം നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിലേക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ, അതോ മറ്റ് ട്രേഡുകളിലേക്ക് പോകാൻ പറ്റും? മറ്റ് ട്രേഡുകളിലേക്ക് പോകുന്നതിൽ തെറ്റില്ല, പോകാനായിട്ട് സാധിക്കും. നമ്മളുടെ ഈ പറഞ്ഞതുപോലെ എക്സ്റ്റൻഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഇപ്പം മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് പഠിക്കാനായിട്ട് സാധിക്കും. സാർ, ഈ ഒപ്പയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്റ്റ് ഫാമിലി നമുക്കുണ്ടാവും. ആ ഒരു ഹോസ്റ്റ് ഫാമിലിയുടെ കൂടെ നിന്ന് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹൗസ് ഹോൾഡ് വർക്കുകൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ജർമ്മൻ കൾച്ചർ ആസ്വദിക്കാനും അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് ലേൺ ചെയ്യാനും പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഒപ്പയർ എന്നുള്ളത്. ഓക്കെ, ഇതിനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ആർക്ക് വേണമെങ്കിലും പോകാൻ പറ്റുമോ ഒപ്പയറിന്? ഇതൊരു ശരിക്കും പറഞ്ഞാൽ പലരുടെയും ഒരു തെറ്റായ ധാരണയാണ് ഇതൊരു ജോബാണെന്നുള്ളത്. ഒരു ജോബല്ല, ഇതൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ് ഒപ്പയർ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഇത് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് വേണം, ബേസിക് ജർമ്മൻ ലാംഗ്വേജ് മാത്രം മതിയോ, A1 മതിയാവും. A1 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് ഗോവിത്തയുടെ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ 1 ഇയറിനുള്ളിൽ താഴെ ഗോവിത്ത മാൻഡേറ്ററി ആണ്, വേറെ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയ്തിട്ടുള്ളതൊക്കെ എംബസി റിജക്ഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പെസിഫിക് കാറ്റഗറിയിൽ മാത്രം. ബാക്കിയുള്ളതിനൊന്നും പ്രോബ്ലം ഇല്ല. ഒപ്പയറിന് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ A1 ഗോവിത്തയാണ് വേണ്ടത്. അതുപോലെ തന്നെ എൻ്റെ ലാംഗ്വേജ് വാലിഡിറ്റി 1 ഇയറിനുള്ളിൽ താഴെ ആയിരിക്കണം. 26 ഏജിന് താഴെ ആയിരിക്കണം ഏജ് ലിമിറ്റ് എന്നുള്ളത്. 18നും 26നും ഇടയ്ക്ക് പ്രായമുള്ളവരായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത്. ഇത് ബോയ്സിനും ഗേൾസിനും പറ്റുമോ ഒപ്പയർ? ബോയ്സിനും ഗേൾസിനും അവൈലബിൾ ആണ്, പക്ഷേ കൂടുതലും ഗേൾസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഈ ഫാമിലീസ് കുഞ്ഞുങ്ങളെ നോക്കുന്നതാണല്ലോ, കുഞ്ഞുങ്ങളെ നോക്കുന്ന പെൺകുട്ടികളൊക്കെ കൂടുതൽ നോക്കാനായിട്ട് ഗേൾസിനെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ബോയ്സിനെ എടുക്കുന്നവർ സെയിം ബോയ്സിനെ തന്നെയായിരിക്കും കൂടുതൽ, ബോയ്സിനെ മാത്രം പ്രിഫർ ചെയ്യുന്നവരായിരിക്കും ഈ ബോയ്സിനെ എടുക്കുകയുള്ളൂ. ബോയ്സിനെ കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെന്നുള്ളൂ. ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒപ്പയറിന് പോകുമ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇൻ്റർവ്യൂ ഉണ്ടാവുമോ? അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒപ്പയറിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പയറിന് പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഹോസ്റ്റ് ഫാമിലിയുടെ ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിൽ ഹോസ്റ്റ് ഫാമിലി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർ നമുക്ക് കോൺട്രാക്റ്റ് തരുന്നത്. ഈ കോൺട്രാക്റ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് പിന്നീട് വിസയ്ക്ക് അപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഈ ഹോസ്റ്റ് ഫാമിലിയുടെ ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും? അവരെന്താണ് മെയിനായിട്ട് നമ്മളോട്? ഹോസ്റ്റ് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റ് ഫാമിലി മെയിനായിട്ട് നോക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുമോ എന്നുള്ളതാണ് സാധാരണ നോക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മളൊരു കുഞ്ഞിനെ നോക്കുന്നത് എങ്ങനെയാണോ നോക്കുന്നത്, അതുപോലെ അവരുടെ കുഞ്ഞിനെ നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അതുപോലെ തന്നെ ചെറിയ ഹൗസ് ഹോൾഡ് വർക്ക്സിൽ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പലരും ഈ കോൺട്രാക്റ്റ് വാങ്ങുന്ന സമയത്ത് വായിച്ചു പോലും നോക്കാതെയാണ് പല ഏജൻസികളും അല്ലെങ്കിൽ പല കുട്ടികളും തന്നെ എടുക്കുന്നവരാണെങ്കിൽ പോലും ഹോസ്റ്റ് ഫാമിലി ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വായിച്ച് പോലും നോക്കാതെയാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നമുക്കൊരു കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു വിസയുടെ ആയിക്കോട്ടെ, കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വായിച്ച് നോക്കാതെ നമ്മൾ സൈൻ ചെയ്യാൻ പാടില്ല. നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം, കോൺട്രാക്റ്റ് തന്നതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പലപ്പോഴും കുട്ടികൾ അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ വരുന്നു, അവർ ജോലികൾ കൂടുതൽ ചെയ്യാനൊക്കെ പറയുന്നു. ഈ കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ നമ്മളെ കൊണ്ട് ചെയ്യിക്കുള്ളൂ. റൂൾസ് ഫോളോ ചെയ്യുന്നവരാണ്. കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. തീർച്ചയായും കോൺട്രാക്റ്റിൽ ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ നമുക്ക് ഇവരോട് ചോദിക്കാം. അവർ വളരെ ലോയലായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആരും ചോദിക്കുന്ന പോലും ഇല്ല. ജസ്റ്റ് ബേസിക് നമുക്ക് ചോദിക്കാൻ പറ്റുമായിരിക്കും നമ്മളിൽ നിന്ന് എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ഒരു ഫാമിലീനെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഒപ്പയറിന് പോയി ഇനി അവിടെ ചെന്നു ഫാമിലിയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മാറാൻ പറ്റുമോ അവിടെ? നമുക്ക് 1 ഇയറിനുള്ളിൽ ഈ ഒപ്പയറായിട്ട് പോകുന്നവർക്ക് ചേഞ്ച് ചെയ്യുന്നതിന് പ്രോബ്ലം. ഒരു വർഷത്തെയാണ് വിസ നമുക്ക് കിട്ടുന്നത്. 1 ഇയർ മാത്രമാണ് നമുക്ക് ഒപ്പയറായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ വേറെ കാറ്റഗറിയിലോട്ട് മാറേണ്ടി വരും. FSJയിലോട്ടോ ഹൗസ് ബിൽഡിങ്ങിലോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിലോട്ടോ നമ്മൾ മാറേണ്ടി വരും. നിർബന്ധമായിട്ട് മാറണം. ഈ ഒപ്പയറിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് എന്തെങ്കിലും സ്റ്റൈപ്പൻഡ് പോലെ എന്തെങ്കിലും? നമുക്ക് ഒപ്പയറിന് സ്റ്റൈഫൻഡ് അല്ല, പോക്കറ്റ് മണി ആയിട്ടാണ് കിട്ടുന്നത്. 280 യൂറോയാണ് നമുക്ക് സ്റ്റൈഫൻഡ് അല്ലെങ്കിൽ പോക്കറ്റ് മണി ആയിട്ട് അവർ തരുന്നത്. അതുകൂടാതെ നമുക്ക് അക്കോമഡേഷൻ ഫാമിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു എമൗണ്ട്, അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരും അവർ.
ഏകദേശം 70 യൂറോ വരെയാണ്, 35 യൂറോ തൊട്ട് 70 യൂറോ വരെയാണ് ലാംഗ്വേജ് നമുക്ക് പഠിക്കാനുള്ള ഒരു എമൗണ്ട് തരുന്നത്. അത് നമ്മൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഹോസ്റ്റ് ഫാമിലി തന്നെയാണ് ചെയ്തു തരുന്നത്. ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും, ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. നമ്മളെപ്പോഴും ഓഫ്ലൈൻ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, ബെറ്റർ ഓപ്ഷൻ. നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ്, അടുത്തൊക്കെയാണ് നമ്മുടെ സ്കൂളെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന ജർമ്മൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് നന്നായിട്ട് നമുക്ക് ലേൺ ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ ആ ഒരു ടൈമിൽ മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും നല്ലത് ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ ഫാമിലി തന്നെ നമുക്ക് റെഡിയാക്കി തരും. അതെ, ഫാമിലി തന്നെയാണ് ഇതെല്ലാം ചെയ്തു തരേണ്ടത്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് ഫാമിലി തന്നെയാണ് അത് ചെയ്തു. പിന്നെ ഒപ്പേർ കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇപ്പം വേറെ എന്തെങ്കിലും കോഴ്സിലേക്ക് പോകാനായിട്ട് നമ്മളെ ഫാമിലി ഹെൽപ്പ് ചെയ്യുമോ, അതോ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരുമോ? സാധാരണയായിട്ട് ഈ സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലീസ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ അവരോട് നന്നായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90% ഫാമിലീസും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ, ഓൺലൈനായിട്ട് കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള റെഫറൻസും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് തരുന്നുണ്ട്, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒപ്പയറായിട്ട് പോകുമ്പോൾ ഇപ്പോൾ A1 വെച്ചിട്ട് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കാറ്റഗറിയിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ B2 മാൻഡേറ്ററി ആണ്. സോ നമ്മൾ ലാംഗ്വേജ് നന്നായിട്ട് ഫ്ലുവൻ്റ് ആവണം. നമ്മൾ 1 ഇയറിനുള്ളിൽ B2 അവിടെ വെച്ച് എഴുതിയെടുക്കണം, കംപ്ലീറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത്. മാറാൻ സാധിക്കുകയുള്ളൂ. അതെ, അതിന് ശേഷമാണ് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോരേണ്ടി വരുമോ? നമുക്ക് മാറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോരേണ്ടി വരും. വേറെ ഓപ്ഷൻസ് ഇല്ല. വേറെ ഓപ്ഷൻസ് ഇല്ല ആക്ച്വലി. ഇതിൻ്റെ പ്രോസസ്സിങ് എത്ര ടൈം എടുക്കും? ഡോക്യുമെൻറ്റേഷനൊക്കെ എങ്ങനെയാണ്? ഒപ്പേറിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ ഫാമിലിയിൽ എൻക്വയറി ഒക്കെ പോയിട്ടാണ് നമുക്ക് വിസ പ്രോസസ്സായിട്ട് വരുന്നത്. 1 മാസമൊക്കെ എടുക്കും സാധാരണ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വെച്ചിട്ട്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പേറിന് മെയിനായിട്ട് കോൺട്രാക്റ്റ് ഹോസ്റ്റ് ഫാമിലിയുടെ ഡോക്യുമെൻറ്റ്സ്. കോൺട്രാക്റ്റിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഇൻഫോർമൽ ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടാവണം, ഈ ഹോസ്റ്റ് ഫാമിലിയുടെ ID കാര്യങ്ങൾ, അതുപോലെ തന്നെ സിറ്റി രജിസ്ട്രേഷൻ. അത് ചെക്ക് ലിസ്റ്റിൽ പറയുന്നില്ല, പക്ഷേ മാൻഡേറ്ററി ആണ്. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എംബസിയുടെ സൈഡിൽ നിന്ന് ഇമെയിൽസ് ഇപ്പോൾ ധാരാളം വരുന്നുണ്ട്. നമ്മൾ ഇമെയിൽ കൃത്യമായിട്ട് അത് അയച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് വിസ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഫാമിലി നമുക്ക് തരത്തില്ല, അതോ നമ്മൾ അവരോട് പറയേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണമെന്ന്? നമ്മൾ ഫാമിലിയോട് പറയണം, റിക്വസ്റ്റ് ചെയ്യണം. നമുക്ക് ഇന്ന കാര്യങ്ങൾ സാധാരണ അവർ എംബസി വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ക്വസ്റ്റനെയർ, അതുപോലെ തന്നെ ഇൻഫോർമൽ ഇൻവിറ്റേഷൻ ലെറ്റർ കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഹോസ്റ്റ് ഫാമിലിയുടെ ID കാര്യങ്ങളും അതുപോലെ തന്നെ സിറ്റി രജിസ്ട്രേഷനൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. സോ അപ്പം നമ്മൾ ഫാമിലിയോട് ഇതിനെക്കുറിച്ച് പറയുക, ഇതുപോലെയാണ് വരുന്നത്, കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കത് പ്രൊവൈഡ് ചെയ്യും. അപ്പം അത് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്? നമ്മൾ ഇപ്പം ഒപ്പേർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം, ഡിക്ലറേഷൻ ഫോംസ്, അതുപോലെ തന്നെ പാസ്പോർട്ട് കോപ്പി, എംപ്ലോയ്മെൻറ്റ് അനക്സ്റ്റർ, നിങ്ങളുടെ ഹോസ്റ്റ് ഫാമിലിയുടെ കോൺട്രാക്റ്റ്, ക്വസ്റ്റനെയർ, ഇൻഫോർമൽ ഇൻവിറ്റേഷൻ ലെറ്റർ, ഹോസ്റ്റ് ഫാമിലിയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ അവരുടെ റെസിഡൻസ് പെർമിറ്റ്, സിറ്റി രജിസ്ട്രേഷൻ, നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്സ്, +2, 10th, അതുപോലെ തന്നെ ഇൻഷുറൻസ്, യൂറോപ്പ CV, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ വേണ്ട കാര്യങ്ങൾ. ഒപ്പേറിൽ വിസ റിജക്ഷൻസ് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഒപ്പേറിൽ വിസ റിജക്ഷൻസ് വരുന്നുണ്ട്. ഈ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസ റിജക്ഷൻസ് വരുന്നുണ്ട്. പലരും പാർഷ്യൽ മൊഡ്യൂളായിട്ടാണ്, ഇപ്പോഴും അതിനെക്കുറിച്ച് പലർക്കും അറിയുന്നില്ല, അവെയറല്ല. B1 അല്ലെങ്കിൽ B2 പാർഷ്യൽ മൊഡ്യൂളായിട്ടാണ് പലരും അപ്ലൈ ചെയ്യുന്നത്. പാർഷ്യൽ മൊഡ്യൂളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒപ്പേറിന് വിസ കിട്ടില്ല. ഫുൾ മൊഡ്യൂൾസ് വേണം. അതുപോലെ തന്നെ ഈ മൊഡ്യൂൾസ് 1 ഇയറിനുള്ളിൽ താഴെ ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് വരുന്നത് ഈ ഹോസ്റ്റ് ഫാമിലിയുടെ ക്വസ്റ്റനെയർ. ചില സമയത്ത് ക്വസ്റ്റനെയർ അവർ ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റുഡൻസ് അവെയർ ആയിരിക്കില്ല. അപ്പം അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റനെയറിൻ്റെ ബേസിൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് സിറ്റി രജിസ്ട്രേഷൻ. ഇതൊക്കെ ഇമെയിലാണ് ഇപ്പോൾ ധാരാളം വരുന്നത്. സിറ്റി രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഹോസ്റ്റ് ഫാമിലിയുടെ ക്വസ്റ്റനെയറും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമെയിൽ വരുന്നത്. ആ സമയത്ത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഇമെയിലിൽ എംബസിക്ക് റിപ്ലൈ ചെയ്യേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് റിജക്ഷൻ ആയിരിക്കും വരുന്നത്. പിന്നുള്ളത് ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് ചിലപ്പോൾ അറിയാതെയൊക്കെ അപ്ലൈ ചെയ്യുന്നവരായിരിക്കും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് 27 വയസ്സ് ആവുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിസ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്, വിസ കിട്ടുന്നില്ല. അപ്പോൾ A1 ഫുൾ മൊഡ്യൂൾ വേണം എന്നുള്ളതല്ലേ? ഏത് A1 അല്ലെങ്കിൽ A2, B1, B2 ഏതാണെങ്കിലും ഫുൾ മൊഡ്യൂൾ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതെ, നമ്മളിപ്പം ലാംഗ്വേജ് മൊഡ്യൂൾസ്
ഏത് ലെവൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫുൾ മൊഡ്യൂൾ ആയിരിക്കണം. A1 ആണെന്നുണ്ടെങ്കിൽ A1 ഫുൾ മൊഡ്യൂൾ, A2 ആണെന്നുണ്ടെങ്കിൽ A2 ഫുൾ മൊഡ്യൂൾ, അല്ല B1 ആണെങ്കിൽ B1 ഫുൾ മൊഡ്യൂൾ, B2 ആണെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ ആയിരിക്കണം. അതുപോലെ തന്നെ 1 ഇയറിനുള്ളിൽ താഴെ ആയിരിക്കണം ഇതിൻ്റെ ലാംഗ്വേജിൻ്റെ വാലിഡിറ്റി എന്നുള്ളത്. ഗോവിത്തയുടെ സർട്ടിഫിക്കറ്റും ആയിരിക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ വരുന്നത്. പലരും ഇതൊരു ഗേറ്റ് വേ എന്നുള്ള രീതിയിൽ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതൊരു വലിയൊരു നമ്മൾ FSD അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് പോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതല്ല. അവിടെ ചെന്നിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അറിയാമല്ലോ. ഇപ്പം സാധാരണ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ നാട്ടിൽ നിന്ന് പോകുന്ന പലരും നോർമലി ജസ്റ്റ് കുറച്ച് സമയത്തേക്കൊക്കെ നോക്കിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്. ഏറ്റവും നല്ലത് ഈ നമ്മളുടെ ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളി കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്ത് നോക്കുക. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ അവരോട് ചോദിക്കുമ്പോൾ ലൈറ്റ് ഹൗസ് ഹോൾഡ് വർക്ക്സ് എന്ന് അവർ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മടക്കി വെക്കുക, അതുപോലെ തന്നെ അവരുടെ ടോയ്സ് അറേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെ അഡീഷണലി വരുന്ന വർക്കുകളാണ്. പലരും നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് പോയിട്ട് ഈ ജോലികളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അവർ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. ഇതൊക്കെ കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങളാണ്. പലരും വായിച്ച് നോക്കാതെയാണ് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇത് ചെയ്യില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ കോൺട്രാക്റ്റൊക്കെ വായിച്ച് നോക്കി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മളൊരു ഹോസ്റ്റ് ഫാമിലീനെ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ഇല്ലാത്ത എന്തെങ്കിലും ജോലികൾ പറഞ്ഞാൽ നമുക്ക് അവരോട് റെഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായും നമ്മളോട് കോൺട്രാക്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് റെഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അത് പൊളൈറ്റായിട്ട് അവരോട് പറയുന്നതായിരിക്കും നല്ലത്. ഈ ഒരു കാര്യങ്ങളൊന്നും ഇതിലില്ല, ഞാൻ അതിൽ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്, ഇന്നതുപോലെയാണെന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് അവരോട് പറയുക. നമ്മളൊരു കാര്യം ചാടി അവരോട് പറയുമ്പോൾ തിരിച്ചപ്പം തന്നെ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാതെ എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള റീസൺ കൂടി പറയണം. നമ്മളെ നിർബന്ധിച്ച ഒരു കാര്യങ്ങൾ അവർ ചെയ്യിക്കില്ല. നീ ഇത് ചെയ്യണം എന്ന് നിർബന്ധം പറയാനായിട്ട് അവർക്ക് പറയാനുള്ള റൂൾസ് ഇല്ല. സാർ, ഈ ഒപ്പേറിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ ഇപ്പം അവൈലബിൾ അല്ലല്ലോ, അതിന് ഒരുപാട് പൈസയാകും അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടു. നമുക്കിത് അല്ലാതെ എടുക്കാൻ പറ്റുമോ? നമുക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. ഒപ്പേറിന് അപ്പോയിൻമെൻറ്റ് നമ്മളിപ്പോൾ ആദ്യം വെയിറ്റിംഗ് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. വെയിറ്റിംഗ് ലിസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 45 വർക്കിംഗ് ഡേയ്സ് ഒക്കെ എടുക്കുന്നുണ്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട്. ഇതെല്ലാ മാസത്തിലും ഓപ്പൺ ആക്കുന്നുണ്ട്, എംബസി ഓപ്പൺ ആക്കുന്നുണ്ട് അപ്പോയിൻമെൻറ്റ്സ്. അപ്പം ആ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും, അപ്പോയിൻമെൻറ്റ്സ് അവൈലബിൾ ആണ്, നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ കയറിയിട്ട് ഇപ്പം ഇന്ന് ഓപ്പൺ ആക്കുന്ന അപ്പോയിൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തേക്കായിരിക്കും അപ്പോയിൻമെൻറ്റ് ഓപ്പൺ ആക്കുന്നത്. എപ്പോഴും മുന്നോട്ടായിരിക്കും കിട്ടുള്ളൂ, പുറകോട്ട് കിട്ടില്ല. നിയറസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. എപ്പോഴും ഒരു മാസം മുന്നോട്ടുള്ള ഏകദേശം അപ്പോയിൻമെൻറ്റ്സ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ ഡേറ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആ ഒരു ഡേറ്റ് നമ്മൾ ചൂസ് ചെയ്യുക. ഈ ഒരു ഹോസ്റ്റ് ഫാമിലീനെ കണക്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം അപ്പോയിൻമെൻ്റ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ഫാമിലീസും ചോദിക്കുന്നത്. എന്നാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളത്? അപ്പോയിൻമെൻറ്റ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഫാമിലീസിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പം നമ്മൾ കൃത്യമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാറ്റഗറി മാറിയൊന്നും എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലർ മിസ്റ്റേക്കുകളൊക്കെ പറ്റി എടുക്കാറുണ്ട് പല കാറ്റഗറീസ് എടുക്കുമ്പോൾ. അപ്പം അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുക. വെയിറ്റിംഗ് ലിസ്റ്റ് ആഡ് ചെയ്യുക. വെയിറ്റിംഗ് ലിസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. സാർ, ഇപ്പം ഞാൻ ഒപ്പേറിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനൊരു അപ്പോയിൻമെൻ്റ് എടുത്തു, അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് എനിക്കറിയാൻ പറ്റുമോ? ഇതൊരു ഏജൻസി എടുത്ത് തന്ന അപ്പോയിൻമെൻ്റ് ആണ്, അത് റിയൽ ആണോ എന്ന് എനിക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സർവീസിലുള്ളതാണ് അത്. ആക്ച്വലി നമ്മളത് ഫ്രീ ആയിട്ട് അപ്പോയിൻമെൻറ്റ് വാലിഡേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പല സ്റ്റുഡൻസിനും നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് ഓൺലൈനിൽ വെബ്സൈറ്റിൽ അറിയാനായിട്ട്, ഒരു VFSൻ്റെ വെബ്സൈറ്റിൽ അറിയാനായിട്ട് പറ്റും നമ്മളെടുത്ത അപ്പോയിൻമെൻറ്റിൻ്റെ റെഫറൻസ് നമ്പരും നമ്മളെ പാസ്വേഡ് നമ്പറും കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നോക്കാനുള്ള ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അപ്പോയിൻമെൻറ്റ് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. പലരും അപ്പോയിൻമെൻറ്റ്സ് ഫേക്ക് അപ്പോയിൻമെൻറ്റ്സ് എഡിറ്റ് ചെയ്ത അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാറുണ്ട്, വേറെ പല കാറ്റഗറിയിലൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. പിള്ളേർ ധാരാളം പേരെ എൻ്റെ അടുത്ത് വന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഏതൊരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവ്യൂവിന് വരുന്ന ഒരു ഫയലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് വാലിഡേഷനാണ് ചെയ്യുന്നത്. അപ്പോയിൻമെൻറ്റ് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏത് കാറ്റഗറി അപ്പോയിൻമെൻ്റ് ആണെങ്കിലും നിങ്ങൾ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കും? തീർച്ചയായും നമ്മൾ ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെ കണക്ട് ചെയ്താൽ മതി, അതിന് കണക്ട് ചെയ്താൽ മതി. തീർച്ചയായും സാർ, ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് സ്റ്റുഡൻസിന് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളുടെ ഒരു പ്രീമിയം സർവീസിൽ വരുന്നതാണത് ഡോക്യുമെൻറ്റ്സ് റിവ്യൂ ചെയ്യുക എന്നുള്ളത്. തികച്ചും ഇതൊരു അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് ഈ ഒരു സർവീസ് നമ്മൾ ചെയ്യുന്നത്.
ഇപ്പോൾ നിങ്ങൾ ഒപ്പയറായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ജർമ്മനിയുടെ ഏതൊരു വിസ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ട്, ഇത് എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കും. നമ്മളുടെ ഒരു 1-to-1 കൺസൾട്ടേഷൻ ഉണ്ട്, ഫ്രീ കൺസൾട്ടേഷനാണ് വരുന്നത്. ഈ ഒരു കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് വാലിഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സാർ, നമ്മൾ ജർമ്മനിയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ജർമ്മനിയിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഏതെങ്കിലും അതോറിറ്റി വഴി നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും. ഇത് ഓൾറെഡി എംബസിയുടെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ജർമ്മൻ ഒഫീഷ്യൽസ്, ഡെലിഗേറ്റ്സ്, ഫെഡറൽ ഏജൻസിയുടെ ഡെലിഗേറ്റ്സ് നടത്തുന്ന വെബിനാർസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ റെക്കോർഡ്സ് അവൈലബിൾ ആണ്. ഓൾറെഡി ഒരു വെബിനാർ കഴിഞ്ഞ്, ഇനി അടുത്ത മാസം വെബിനാർ വരുന്നുണ്ട്. ഇതിൽ ഓരോ കാറ്റഗറി വൈസ്, ഇപ്പോൾ സ്കിൽഡ് വർക്കറാണെങ്കിൽ സ്കിൽഡ് വർക്കർ, ജോബിന് പോകുന്നവരാണെങ്കിൽ ജോബിന് പോകുന്നവർ, അതുപോലെ തന്നെ ഓരോ ഓപ്പർച്യൂണിറ്റി കാർഡ് ഓരോരോ കാറ്റഗറീസിലും ഈ ഒരു വെബിനാർസ് നടത്തുന്നുണ്ട്. അത് മാസത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അടുത്ത മാസത്തിൽ വെബിനാർ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്ത് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ 2023 മുതൽ അവർ ചെയ്തിട്ടുള്ള വെബിനാറിൻ്റെ ഒക്കെ റെക്കോർഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ടും അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടും ഒഫീഷ്യൽസ് പറയുന്ന കാര്യങ്ങളാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കും. സാർ, എന്താണ് ഓപ്പർച്യൂണിറ്റി കാർഡ്? അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഓപ്പർച്യൂണിറ്റി കാർഡെന്ന് പറഞ്ഞാൽ, നേരത്തെ ഓപ്പർച്യൂണിറ്റി കാർഡ് ഇത് ജോബ് സീക്കർ വിസ എന്നുള്ളത് ഇപ്പോൾ ചാൻസേ കാട്ടെ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. നമുക്ക് ജോബ് നോക്കാനായിട്ടും സെർച്ച് ചെയ്യാനായിട്ടുള്ള വിസ കാറ്റഗറിയാണ് വരുന്നത്. ശരിക്കും ഇതിന് എലിജിബിലിറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം, വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി ആയിരിക്കണം. അതുപോലെ തന്നെ ജർമ്മൻ കോൺസുലേറ്റിൻ്റെ അല്ലെങ്കിൽ ജർമ്മൻ റെക്കഗ്നേഷൻ ഉള്ള ഒരു ഡിഗ്രി ആയിരിക്കണം. അനബിൻ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ റെലവൻറ്റ് ഫീൽഡിൽ നമുക്ക് മിനിമം ഒരു 2-3 വർഷമെങ്കിലും, 2 വർഷമാണ് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ് 2-3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി സ്കിൽഡ് വർക്കേഴ്സിനെയാണ് കൂടുതൽ നോക്കുന്നത് അവർ. സ്കിൽഡ് വർക്കർ ആണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഷോർട്ടേജ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇതിന് ലാംഗ്വേജ് ആവശ്യമുണ്ടോ? ആക്ച്വലി ഇതിന് ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല. IELTS അല്ലെങ്കിൽ ജർമ്മനോ ഉണ്ടെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല, നമുക്കിതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വിസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് ജോബ് സെർച്ച് ചെയ്യണം. ഇത് എത്ര നാളത്തേക്കാണ് വിസ? 1 ഇയർ ആണ്? 1 ഇയർ ആണ് ഇതിൻ്റെ വിസ വാലിഡിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. 11,904 യൂറോയാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ എമൗണ്ട് കാണിക്കേണ്ടത്. ഏകദേശം ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 12 ലക്ഷം രൂപ അടുത്ത് വരും എമൗണ്ട് വരുന്നത്. ഇത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലിവിങ് കോസ്റ്റ് കവർ ചെയ്യാനുള്ള ഒരു എമൗണ്ട് ആണ് ആക്ച്വലി. അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അതെ, നമുക്ക് മന്ത്ലി എടുക്കാനായിട്ട് പറ്റും. ഫുൾ എമൗണ്ട് ഒരുമിച്ച് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാ മാസവും 994 യൂറോ വെച്ചിട്ട് പർട്ടിക്കുലർ എമൗണ്ട് വെച്ചിട്ടാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാനും പറ്റില്ല? ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇല്ലാതെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമൽ ഒബ്ലിഗേഷൻ ലെറ്റർ, അതായത് സ്പോൺസർഷിപ്പ് ലെറ്റർ ഉണ്ടെങ്കിൽ, ജർമ്മനിയിൽ നമുക്ക് അവിടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ സ്പോൺസർ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന് പകരം നമുക്ക് ഈ ഒരു സ്പോൺസർഷിപ്പ് ലെറ്റർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വിസ കിട്ടും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ആൾ ജോലി ചെയ്യുന്ന ആളായിരിക്കണം, അതിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്. ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെന്നുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ റെയർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. മീൻസ് നമുക്ക് വിസ കിട്ടാനായിട്ട് സാധ്യതകൾ കുറഞ്ഞൊരു ഓപ്ഷനാണ്. നമുക്ക് കറണ്ട് ബാലൻസ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇപ്പം കറണ്ട് ബാലൻസ് അക്കൗണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ 3 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് കാണിക്കേണ്ടത്. പക്ഷെ അതിൽ നമ്മൾക്ക് ഈ കറണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളെന്തെങ്കിലും ജോലിയുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് നടത്തുന്നവരോ ITR ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ എലിജിബിലിറ്റി ഉള്ളൂ. പക്ഷേ ബ്ലോക്ക്ഡ് അക്കൗണ്ട് തന്നെയാണ് കൂടുതൽ എംബസി പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം കറണ്ട് അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബസി പറയുകയാണ് ഇത് പറ്റില്ല, നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം, മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ടി വരും. റിസ്ക് കൂടുതലാണ് ആ ഒരു ഓപ്ഷൻ ചെയ്യുമ്പോൾ. എപ്പോഴും നല്ലത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വെച്ച് ചെയ്തിട്ട് എന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറവാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ സ്പോൺസർഷിപ്പ് ലെറ്റർ വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ട്, നമ്മളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ജർമ്മനിയിലുണ്ട്, അവർ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും പറ്റും, സ്പോൺസർ ചെയ്താൽ മതി, പ്രശ്നമില്ല.
റിലേറ്റീവ് ആവണമെന്നില്ല. റിലേറ്റീവ് ആവണം നിർബന്ധമില്ല. ബ്ലഡ് റിലേഷൻ വേണമെന്നോ അങ്ങനെ ഒന്നും നിർബന്ധമില്ല. സ്പോൺസർ ചെയ്യുന്ന ആൾക്ക് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന് പകരം ഈ സ്പോൺസർഷിപ്പ് ലെറ്റർ കാണിക്കുന്നതിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവണമെന്ന് മാത്രം. ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയിൽ റിജക്ഷൻസ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം? തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി കാർഡിനും എല്ലാ വിസയ്ക്കും വിസ റിജക്ഷൻസ് വരുന്നുണ്ട്. ഈ പറയുന്ന എംബസി പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസ റിജക്റ്റ് ചെയ്യുമല്ലോ. സോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കേസിലാണ് പലരും കോൺട്രാക്റ്റ് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. കോൺട്രാക്റ്റ് വെച്ച് അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ ബ്ലോക്ക്ഡ് അക്കൗണ്ട് അതിൻ്റെ അകത്തൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഘടകമാണ്. നമുക്ക് ഇപ്പം ഇൻ്റർവ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും ഓഫർ ലെറ്ററൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും വിസയ്ക്ക്. അതുപോലെ തന്നെ ലാംഗ്വേജ് ഇതിന് വേണ്ട സത്യത്തിൽ. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ്, കൃത്യമായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ കേസിൽ ഇതുപോലെ എംബസിയുടെ സൈഡിൽ നിന്ന് ഇമെയിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് റിജക്ഷൻസോ വരാറുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അത് ശരിക്കും ഈ ഓൺലൈനൊക്കെ എടുക്കുന്നവരുണ്ടല്ലോ, അതൊക്കെ ചിലപ്പം എംബസിയുടെ അനബിൻ വെബ്സൈറ്റിൽ അവർ റെക്കഗ്നേഷൻ ചെയ്യാത്ത ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റിജക്ഷൻസ് വരാറുണ്ട്. ഈ പ്രധാനമായിട്ട് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് വിസ റിജക്ഷൻസ് വരുന്നത്. കൃത്യമായ ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ റിജക്ഷൻസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണല്ലേ? നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കാർഡെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും, ജോലിക്ക് കയറാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാവുള്ളൂ. സാർ, ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണോ? നമുക്ക് ഓൺലൈനിൽ എടുക്കാൻ പറ്റുമോ? നമുക്ക് CSP പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ മാനുവലായിട്ട് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. നോർമലി മാനുവലായിട്ട് അപ്പോയിൻമെൻറ്റ്സ് ഓപ്പൺ ആകുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ CSP പോർട്ടൽ വഴിയാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോയിൻമെൻറ്റ്സ് അവൈലബിൾ ആണ്, നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇത് വിസ പ്രോസസ്സായിട്ട് വരാൻ എത്ര സമയം എടുക്കും? ഓപ്പർച്യൂണിറ്റി കാർഡിന് സാധാരണയായിട്ട് ഇപ്പം 45 ഡേയ്സിൽ കൂടുതൽ എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾക്കതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ തരുന്നത്. പക്ഷെ കൂടുതലും ജർമ്മനി കൂടുതലും ഈ വിസകൾ കൂടുതൽ കൊടുക്കുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിസ കമ്പാരിറ്റീവ്ലി ഒരു 45 ഡേയ്സ് ഒക്കെ എടുക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത്. ഫാമിലി റീയൂണിയൻ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ സ്പൗസ് പോയിട്ട് ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലായിരിക്കണം. അതുപോലെ തന്നെ എന്ത് കാറ്റഗറിയിലാണ്, മീൻസ് സ്പൗസ് എന്താണ് അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകുന്ന ആൾക്ക് സ്പൗസിന് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഫാമിലി റീയൂണിയൻ എന്നുള്ളത്. പക്ഷേ പ്രോസസ്സിങ് ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ടെന്നുള്ളൂ. എന്നാൽ പോലും വളരെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വേറെ എക്സ്ട്രാ നമ്മുടെ വിസ ഫീസും കാര്യങ്ങളും മാത്രമൊക്കെയാണ് ഇതിനൊരു ചിലവ് വരുന്നുള്ളൂ. അല്ലാതെ വേറെ ചിലവൊന്നുമില്ല നമുക്ക് പോകുന്നതിന്, അപ്ലൈ ചെയ്യുന്നതിന്. വർക്ക് ലൈഫ് ബാലൻസ് കൂടുതൽ, അതുപോലെ തന്നെ ഫാമിലിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ജർമ്മനി. അതുകൊണ്ട് ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് അവർ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സ്പൗസിന് ലാംഗ്വേജ് ആവശ്യമുണ്ടോ? ശരിക്കും ഇപ്പം ലാംഗ്വേജ് ആവശ്യമുള്ള കാറ്റഗറി ഉണ്ട്, ആവശ്യമില്ലാത്ത കാറ്റഗറി ഉണ്ട്. ഇപ്പം ബ്ലൂ കാർഡ് പോലെയുള്ള കാറ്റഗറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിസർച്ചർ തുടങ്ങിയ കാറ്റഗറിയിലൊന്നും സ്പൗസിന് ലാംഗ്വേജ് ആവശ്യമില്ല. പക്ഷേ അല്ലാതെ നേഴ്സിംഗ് ജോബാണ്, നോർമൽ ജോബ്സ് ആയിട്ടുള്ളവരാണ്, അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് മിനിമം A1 ലെവൽ മാൻഡേറ്ററി ആണ്. അതും ഗോയിറ്റയുടെ സർട്ടിഫിക്കറ്റാണ് പ്രിഫർ ചെയ്യുന്നത്. ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് പ്രോസസ്സിങ്ങിന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ടോ? നോർമലി എത്ര ടൈം എടുക്കും? ശരിക്കും ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് നമുക്കൊരു ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്കൊരു 3 മാസം വരെ സമയം എടുക്കാം മാക്സിമം. കാരണം ഇത് സ്പൗസിൻ്റെ അടുത്ത് നിർബന്ധമായിട്ട് എൻക്വയറി പോകും. എൻക്വയറി പോയതിന് ശേഷമാണ് നമുക്ക് വിസ പ്രോസസ്സായിട്ട് വരുന്നത്. സോ അപ്പം നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഉള്ള മാക്സിമം ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ വിസയ്ക്ക് എൻക്വയറി പോകുന്ന ടൈമിൽ അത്രയും നമുക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. നോർമൽ ടൈം എന്നുള്ളത് 12 വീക്സാണ് ഏറ്റവും കുറഞ്ഞത് പറയുന്നത്. 12 വീക്സ് തൊട്ട് അപ് ടു കുറച്ചും കൂടി മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് പ്രോസസ്സിങ് ടൈമിൽ നിന്നും കുറച്ചും കൂടി സമയം എടുക്കാം. കാരണം സ്റ്റേറ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷൻ്റെ അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ നമ്മളുടെ അടുത്തുള്ള ഇതിൻ്റെ ഓഫീസിൽ
എൻക്വയറി ഒക്കെ പോയിട്ടാണ് ഈ സ്പൗസിന് എൻക്വയറി പോകുന്നത്. അപ്പം ചില സമയങ്ങളിൽ ഇത് കൃത്യമായിട്ട് എൻക്വയറി പോകണമെന്നൊന്നും നിർബന്ധമില്ല. ചില സമയത്ത് ഡിലേകൾ വരാം. ഓരോ സ്റ്റേറ്റിലെ ഓഫീസ് അനുസരിച്ച് ഡിലേകളുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 മാസം വരെയൊക്കെ പ്രോസസ്സിങ്ങിന് ടൈം എടുക്കുന്നുണ്ട്. യെസ്. ഫാമിലി റീയൂണിയന് വേണ്ട സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇതിനുള്ള ഹെൽപ്പൊക്കെ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുമോ? തീർച്ചയായിട്ടും. നമുക്ക് ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം അഡീഷണൽ ആയിട്ട് എംബസി പറയുന്നതല്ലാതെ നമ്മൾ ചെക്ക് ലിസ്റ്റിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫാമിലി ഫോട്ടോസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽസ്, ഇതൊന്നും ചെക്ക് ലിസ്റ്റിൽ പറയുന്നതല്ല. പക്ഷേ നമ്മൾ കൂടുതലും നമുക്ക് ഡോക്യുമെൻറ്റ്സ് ബലത്തിനായിട്ട് നമ്മളിതെല്ലാം കൂടുതൽ ഡോക്യുമെൻറ്റ്സ് വെക്കാറുണ്ട്. ഇപ്പം സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സ്പൗസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടുതൽ നമ്മൾ എത്രത്തോളം ഡോക്യുമെൻറ്റ്സ് കൂടുതൽ വെക്കുന്നോ അത്രത്തോളം നമുക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സപ്പോർട്ടീവായിട്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വേണ്ടി വരും. അതെ, സപ്പോർട്ടീവായിട്ട് നമ്മൾ എത്രത്തോളം മാക്സിമം ഡോക്യുമെൻറ്റ്സ് വെക്കാവുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇൻ കേസ് നമ്മൾ സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എംബസിയുടെ സൈഡിൽ നിന്ന് എൻക്വയറി പോവും. നിങ്ങളൊരു DD അടയ്ക്കണം, അറൗണ്ട് ഒരു 50,000 അടുത്ത് എമൗണ്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ വരും. അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട്, ഒരു എക്സ്ട്രാ ഉള്ള ചിലവുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓക്കെ. ഈ കാറ്റഗറിയിലും ഡോക്യുമെൻറ്റ്സ് റിവ്യൂ ഒക്കെ ചെയ്ത് കൊടുക്കുന്നു? തീർച്ചയായിട്ടും. ഈ ഒരു ഏത് കാറ്റഗറിയിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് റിവ്യൂ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ കണക്ട് ചെയ്താൽ മതിയാവും. സാർ, ഇപ്പോൾ ഈ നഴ്സിംഗ് ജോബിന് വേണ്ടി പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ വിസയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രോസസ്സിങ് എങ്ങനെയാണ്? ശരിക്കും നേഴ്സിംഗ് ജോബിന് പോകുന്നവർ ഏറ്റവും കൂടുതൽ ഹൈ സ്കിൽഡ് വർക്കേഴ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് നേഴ്സിംഗ് ജോബ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകളെ ജർമ്മനിയിലോട്ട് വേണ്ടത് നേഴ്സസിനെയാണ് വേണ്ടത്. ശരിക്കും B2 ലാംഗ്വേജ് ഉള്ള ഒരു നേഴ്സാണ്. B1 ഫുൾ മൊഡ്യൂൾ അല്ലെ B2 ഉണ്ടെന്നുണ്ടെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നേഴ്സിംഗ് എന്നുള്ളത്. നഴ്സിംഗ് ജോബിനായിട്ട് പോകുന്നവർക്ക് വിസ റിജക്ഷൻസ് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വിസ റിജക്ഷൻസ് വരുന്നുണ്ട്. ഈ പറയുന്ന ക്രൈറ്റീരിയാസ് ഒന്നും മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നേഴ്സിംഗ് ജോബാണെന്നുണ്ടെങ്കിലും വിസ റിജക്ഷൻസ് ഉണ്ട്, ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ ലാംഗ്വേജിന് ഇവർക്കും വാലിഡിറ്റി ബാധകമാണോ? അതെ, ബാധകമാണ്. 1 ഇയറിനുള്ളിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത്. ഫുൾ മൊഡ്യൂൾസ് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പാർഷ്യൽ മൊഡ്യൂൾസ് കിട്ടുന്നവരുണ്ട്, പക്ഷേ എന്നാൽ പോലും ഏറ്റവും നല്ലത് ഫുൾ മൊഡ്യൂൾ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. പാർഷ്യൽ മൊഡ്യൂൾ വെച്ചിട്ടും എംപ്ലോയറുടെ ലെറ്റർ ഉണ്ടെങ്കിൽ മറ്റേ കുട്ടികൾ പോകുന്നത് പോലെ അങ്ങനെ? ശരിക്കും ഇതൊരു മെഡിക്കൽ പ്രൊഫഷനിൽ വരുന്നതാണ്. എംബസി വെബ്സൈറ്റിൽ ചെക്ക് ലിസ്റ്റിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓപ്ഷൻ അല്ല എന്നാണ്. ഫോർ മെഡിക്കൽ പ്രൊഫഷൻ ഇതൊരു നോട്ട് ആൻ ഓപ്ഷൻ ഫോർ എ മെഡിക്കൽ എന്നാണ് പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷൻ എന്നാണ് പറയുന്നത്. ഫുൾ മൊഡ്യൂളായിട്ട് 1 ഇയറിനുള്ളിൽ താഴെയായിട്ട് ഇരിക്കാനാണ് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എംപ്ലോയറുടെ സൈഡിൽ നിന്നാണ് കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. എൻക്വയറി പോകുന്ന സമയത്ത് എംപ്ലോയർ അതിനൊരു സ്പെഷ്യൽ ലെറ്ററും കാര്യങ്ങളൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ തടയാമെന്ന് മാത്രമേ ഉള്ളൂ. 100% പറയാനായിട്ട് പറ്റില്ല. ഇതൊരു ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട്. അങ്ങനെ അല്ലാത്ത സമയങ്ങളിൽ ഒന്നും കൂടെ എഴുതിയെടുക്കേണ്ടി വരും. B1 അല്ലെങ്കിൽ ചെന്നതിന് ശേഷം നാട്ടിൽ നിന്ന് എഴുതിയതിന് ശേഷം മാത്രമേ നമുക്ക് വിസ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ പാർഷ്യൽ മൊഡ്യൂളിൽ പോകാൻ പറ്റിയാൽ അവിടെ ചെന്നതിന് ശേഷം അവർക്കത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരത്തില്ല? തീർച്ചയായിട്ടും അവർ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ടൈം ലിമിറ്റ് ഉണ്ടോ അതിന്? സാധാരണയായിട്ട് 1 ഇയർ മാക്സിമം ടൈം ലിമിറ്റ് കൊടുക്കുന്നത്. പിന്നെ എക്സ്റ്റൻഷൻ കൊടുക്കുന്നത് എംപ്ലോയറുടെ അനുസരിച്ചിട്ടാണ്. ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് എത്ര ടൈം എടുക്കും? ഇതിപ്പം സാധാരണയായിട്ട് ഈ നഴ്സുമാരുടെ പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. 1 മാസം 2 മാസത്തിനുള്ളിലൊക്കെ ഇപ്പോൾ വിസ വരുന്നുണ്ട്. പ്രീ അപ്രൂവലുള്ള കേസസിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ളിലൊക്കെ ഇപ്പോൾ വിസ ലഭിക്കുന്നുണ്ട് നേഴ്സസിന്. ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ അവൈലബിൾ ആണോ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ അവൈലബിൾ ആണ്. ഇപ്പം നല്ലൊരു ക്രെഡിബിൾ ആയിട്ടുള്ളൊരു എംപ്ലോയറാണ്. ഒരുപാട് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉള്ളൊരു എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ അവർ ഫാസ്റ്റ് ട്രാക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. 2 ആഴ്ചയും കൊണ്ടൊക്കെ വിസ കിട്ടുന്നവരുണ്ട്. അപ്പം എംപ്ലോയർ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ലെറ്റർ പ്രീ അപ്രൂവൽ ലെറ്ററാണ് വരുന്നത്. ഈ ഒരു പ്രീ അപ്രൂവൽ ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് വിസ കിട്ടുന്നതായിരിക്കും. നഴ്സുമാരുടെ കാര്യത്തിലും സാർ ഈ പറഞ്ഞതുപോലെ റിവ്യൂ ഒക്കെ ചെയ്ത് കൊടുക്കുന്നില്ലേ ഡോക്യുമെൻറ്റേഷൻസ്? തീർച്ചയായിട്ടും നമ്മൾ നേഴ്സുമാരുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സാർ, വിസിറ്റിംഗ് വിസയെക്കുറിച്ചൊന്നും പറയാമോ? ആർക്കൊക്കെ പോകാൻ പറ്റുന്ന വിസിറ്റിംഗ് വിസയിൽ? വിസിറ്റിംഗ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ഷോർട്ട് ടൈം വിസയാണ്. 90 ദിവസത്തിൽ താഴെയാണ് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് വിസയിൽ ജർമ്മനിയിൽ പോകാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണം? നമ്മളെ സ്പോൺസർ ചെയ്യണോ അവർ? സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വിസ റിജക്ഷൻസിൻ്റെ സാധ്യതകൾ കുറവാണ്. ഇപ്പം ഫോർമൽ ഒബ്ലിഗേഷൻ ലെറ്റർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ
നമുക്ക് സ്പോൺസർഷിപ്പ് ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോൺസർഷിപ്പ് ലെറ്റർ വെച്ചിട്ട് ഇപ്പം ഫാദറോ മദറോ അല്ലെങ്കിൽ ബ്രദറോ സിസ്റ്ററോ നമ്മുടെ സിബ്ലിങ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഈ സ്പോൺസർഷിപ്പ് ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വിസ റിജക്ഷനുള്ള സാധ്യതകൾ 99% കുറവാണ്. കാരണം വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. ഇതിൻ്റെ ഒറിജിനൽ വേണം. നമ്മൾ അവിടെ നിന്ന് ഈ ഫോർമൽ അപ്ലിക്കേഷൻ ലെറ്റർ അവിടെ നിന്ന് എടുത്തതിന് ശേഷം അതിന് കൊറിയറായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ അയച്ച് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വിസയ്ക്ക് പോകുമ്പോൾ ഇത് നമ്മൾ VFSൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളുടെ എമിഗ്രേഷൻ്റെ സമയത്ത് നമ്മൾ ഈ ഒറിജിനൽ ഡോക്യുമെൻറ്റ് കാണിക്കേണ്ടതാണ്. വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ഈ ഫോർമൽ അപ്ലിക്കേഷൻ ലെറ്റർ എന്നുള്ളത്. ഈ ഒരു ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ റിജക്ഷൻസ് പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഈ ഫോർമൽ ഒബ്ലിഗേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ ബാങ്ക് ബാലൻസ് കാണിക്കണോ? അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേക സ്പെഷ്യലായിട്ട് കാണിക്കേണ്ടി വരും? ആക്ച്വലി ഈ ഒരു വിസിറ്റിംഗ് കാറ്റഗറിയിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കണം. പക്ഷേ അതിൽ സ്പെസിഫിക് ആയിട്ടൊരു ബൾക്ക് എമൗണ്ട് കാണിക്കണം അങ്ങനെയൊന്നും ആവശ്യമില്ല. ഫോർമൽ ഒബ്ലിഗേഷൻ ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ലെറ്റർ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വേറെ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഫോർമൽ ഒബ്ലിഗേഷൻ ലെറ്റർ ഇല്ലെങ്കിൽ നമ്മൾ ബാങ്ക് ബാലൻസിൽ എന്തെങ്കിലും സ്പെസിഫിക് എമൗണ്ട് കാണിക്കണം? ഫോർമൽ ഒബ്ലിഗേഷൻ ലെറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ ബാങ്ക് ബാലൻസിലൂടെ കാണിക്കാനായിട്ട് പറ്റും. ഇതിലിങ്ങനെ റിജക്ഷൻസിൻ്റെ സാധ്യത എങ്ങനെയാണ്? എന്തെങ്കിലും റീസൺ കൊണ്ട് റിജക്ഷൻസ് ഉണ്ടാവാറുണ്ടോ വിസിറ്റിംഗ് വിസയിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരാളുടെ ഡോക്യുമെൻറ്റ്സ് മിസ്സിംഗ് ആണ്, അതുപോലെ തന്നെ അവർക്ക് നമ്മളെ സ്പോൺസർ ചെയ്യാനായിട്ട് പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കൂടുതലും വിസ റിജക്ഷൻസ് വരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ ഗ്രാജുവേഷൻ സെറമണിക്ക് പേരൻസിനെ ഇവിടുന്ന് വിസിറ്റിന് കൊണ്ടുപോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സ്റ്റുഡൻസിന് അവരുടെ ഗ്രാജുവേഷൻ സെറമണിക്ക് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആണല്ലോ. ആ ഒരു മൊമെൻറ്റിൽ അച്ഛനും അമ്മയും ഉള്ളത് വലിയൊരു കാര്യമാണല്ലോ. പ്രത്യേകിച്ച് ജർമ്മനിയിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അവർ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫോർമൽ ഒബ്ലിഗേഷൻ ലെറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് വിസ കിട്ടുന്നതാണ്. വളരെ ഈസിയാണ്. പലരും കേരളത്തിൽ നിന്ന് ധാരാളം സ്റ്റുഡൻസ് പാരൻസിനെ കൊണ്ടുപോകുന്നുണ്ട്. സാർ, സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനായിട്ട്, ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ട് പോകാൻ പറ്റും, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പോകാൻ പറ്റും. സ്റ്റുഡൻറ്റ് വിസയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് APS വേണം. ഒന്നാമത്തെ കാര്യം, APS ഇല്ലാത്ത കോഴ്സസും ഉണ്ട്. APS നമുക്ക് വേണം. അതുപോലെ തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ട്, ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാർഡ് പറഞ്ഞ പോലെ തന്നെ 11,904 യൂറോ സെയിം തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കാണിച്ചിരിക്കണം സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ലാംഗ്വേജ് മാൻഡേറ്ററി ആണോ അതിന് സ്റ്റുഡൻറ്റ് വിസയ്ക്ക്? ലാംഗ്വേജ് IELTS മതിയാവും നമുക്ക്. IELTS 6.5 നമ്മളുടെ യൂണിവേഴ്സിറ്റി എന്താണോ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നത് സെയിം ആയിട്ടുള്ളത്. IELTS ആണെങ്കിൽ IELTS, ജർമ്മൻ ആണെന്നുണ്ടെങ്കിൽ ജർമ്മൻ. സാധാരണയായിട്ട് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ഉണ്ട്. 6.5 ആണ് മിനിമം ഏറ്റവും കുറഞ്ഞൊരു ഗ്രേഡ് സാധാരണ ചോദിക്കുന്ന യൂണിവേഴ്സിറ്റി. നമുക്ക് IELTS വെച്ചിട്ട് പോകാൻ പറ്റും. ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല. സ്റ്റുഡൻറ്റ് വിസയിൽ റിജക്ഷൻ വരാനുള്ള റീസൺസ് ഒക്കെ എന്തൊക്കെയാണ്? സ്റ്റുഡൻറ്റ് വിസയിൽ മെയിനായിട്ടും നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒരു ഫാക്ടറാണ്. ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നുള്ളത് മോട്ടിവേഷൻ ലെറ്റർ. കൃത്യമായിട്ട് മോട്ടിവേഷൻ ലെറ്റർ നമ്മൾ എടുക്കുന്ന കോഴ്സ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത്, വൈ ജർമ്മനി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോട്ടിവേഷൻ ലെറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടച്ചത്, അതുപോലെ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കൺഫർമേഷൻ വെച്ച് ഇതിൻ്റെയൊക്കെ TTR കോപ്പി, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് മാക്സിമം വെക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ വിസയ്ക്ക് മാക്സിമം അത് അഡ്വാൻറ്റേജ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാർക്ക് പെർസെൻറ്റേജ് ഒക്കെ എത്രയാണ് ആവശ്യം? സാധാരണയായിട്ട് നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 65% മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കൂടുതലും കിട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ. സ്കോളർഷിപ്പ് ഒക്കെ അവൈലബിൾ ആണോ സാർ? സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. ഡാറ്റ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. നമ്മളതിൽ വെബ്സൈറ്റിൽ കയറിയാൽ മതി. വെബ്സൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സ്കോളർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പിന് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. അതുപോലെ ഈ അക്കോമഡേഷനൊക്കെ കോളേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമോ? അതൊക്കെ എങ്ങനെയാണ്? എല്ലാ കോളേജും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സാധാരണയായിട്ട് കോളേജിന് ഡോർമെറ്ററീസ് അവൈലബിൾ ആണ്. അവൈലബിൾ അല്ലാത്ത സമയത്ത് നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കേണ്ടി വരും. കണ്ടുപിടിച്ച് നമ്മൾ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് പറ്റുമോ അവിടെ? തീർച്ചയായിട്ടും. സ്റ്റുഡൻ്റായിട്ട് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് എളുപ്പമാണ്, കണ്ടുപിടിക്കാനൊക്കെ പറ്റും. പക്ഷേ ലാംഗ്വേജ് ഒരു ബാരിയറാണ് ആക്ച്വലി. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ചെറിയ ജോബിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമല്ലോ. ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഒരു വലിയ ഫാക്ടറാണ്. സോ ഒരു ബേസിക് ജർമ്മൻ ലാംഗ്വേജ് എങ്കിലും നമ്മൾ പഠിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്.
ഓക്കെ, നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് വേണം. സാർ, ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതാണ് നല്ലത്? പബ്ലിക് യൂണിവേഴ്സിറ്റി ആണോ അതോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ നല്ലത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാർക്ക് നന്നായിട്ട് കൂടുതലുള്ള ഒരാളാണ്, നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി മാത്രമേ എടുക്കാവുള്ളൂ. കാരണം വെറുതെ പൈസ കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ആക്ച്വലി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പ്രൈവറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം വലിയ എമൗണ്ട്സ് കൊടുക്കേണ്ടി വരും പഠിക്കാനായിട്ട്. സോ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ളത് പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടിയില്ല, ഒരു രീതിയിലും കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാവുള്ളൂ. ഓൾറെഡി നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മൾ എമൗണ്ട് കാണിക്കണം, പ്ലസ് അതിൻ്റെ കൂടുതൽ പിന്നെ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരുമല്ലോ. ഓൾറെഡി ഫ്രീ ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ കാശ് കൊടുത്ത് പഠിക്കാനായിട്ട് ഞാനധികം പ്രൊമോട്ട് ചെയ്യാറില്ല. പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. നമുക്ക് മാർക്സ് ഉണ്ട്, അതുപോലെ തന്നെ സാധാരണയായിട്ട് നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈൻ എക്സാംസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ക്രാക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻസ് കിട്ടുകയുള്ളൂ. അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. പഠിക്കാനായിട്ട് തന്നെ നോക്കുന്നവരാണ്, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും ബെറ്റർ ചോയ്സ്. സ്റ്റുഡൻറ്റ് വിസയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ അതോ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ CSP പോർട്ടൽ വഴി? നമുക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം. CSP പോർട്ടൽ വഴി ചെയ്യാം, മാനുവലായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം കൂടുതലും എംബസി കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈനാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ CSP പോർട്ടൽ വഴിയാണ് കൂടുതൽ എടുക്കുന്നത്, ഇപ്പോഴത്തെ എല്ലാം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പോർട്ടൽ വഴി ചെയ്യുന്നതായിരിക്കും. സെയിം തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് പോർട്ടൽ വഴി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. CSP പോർട്ടൽ വഴി ഏതൊക്കെ കാറ്റഗറിയിലാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് 6 കാറ്റഗറിയിലാണ് ശരിക്കും CSP പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹൗസ് ബിൽഡിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാം, ബ്ലൂ കാർഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, ജോബിന് പോകുന്നവർക്ക് അപ്ലൈ ചെയ്യാം, ഫാമിലി റീയൂണിയൻ അപ്ലൈ ചെയ്യാം. ഇങ്ങനെയുള്ള കാറ്റഗറീസാണ് നമുക്ക് ഇത്രയും 6 കാറ്റഗറീസ് പറയുന്നുണ്ട്. ഈ ഒരു 6 കാറ്റഗറീസ് വിസ മാത്രമാണ് നമുക്ക് നിലവിൽ CSP പോർട്ടൽ വഴി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിൽ ഷെങ്കൻ വിസ, നമ്മളിപ്പം വിസിറ്റിങ്ങിൻ്റെ വിസയുടെയൊക്കെ പറഞ്ഞില്ലേ, ആ വിസയുടെ ഒന്നും നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി നിലവിലായിട്ടില്ല. അതിനുശേഷം പിന്നീട് അതാവുമായിരിക്കും. ഒപ്പേറിനും FSJക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ CSP പോർട്ടൽ വഴി? ഒപ്പേർ വിസയ്ക്കും അതുപോലെ തന്നെ FSJ വിസയ്ക്കും CSP പോർട്ടൽ വഴി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അത് നമ്മൾ മാനുവലി തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ജർമ്മനി വിസ ഡോക്യുമെൻറ്റേഷനെ കുറിച്ച് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വളരെ നന്നായിട്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ജോൺ സാറിന് നന്ദി പറയുന്നു. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്